ഇന്ന് ഈ ഒരു സുന്ദരമായ പ്രഭാതം നമുക്ക് നൽകിയ പ്രകൃതി ശക്തിക്ക് മുന്നിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. താങ്ക് യു ഓൾ. ഇന്ന് KBCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ശോഭ, പേരാമ്പ്രയാണ് വീട്. 2-2.5 വർഷമായി ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വളരെ എനർജറ്റിക് ആയി ജീവിക്കുകയും നല്ല റിസൾട്ട് കിട്ടിയതിന്റെ ഫലമായി അത് നെഞ്ചിലേറ്റി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത് നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് സമയം പാഴാക്കാനില്ല. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്രിയങ്കരായ, ഞാൻ സഹോദരൻ തുല്യം സ്നേഹിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട ഡോക്ടറാണ് ക്ലാസ് എടുക്കുന്നത്. തലശ്ശേരി സ്വദേശിയായ ഡോക്ടർ, വളരെ പ്രഗത്ഭനായ ഒരു പോഡിയാട്രിക് സർജൻ കൂടിയാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ, വളരെയധികം സ്നേഹത്തോടെ, ആദരവോടെ നമ്മളുടെ അഭിമാനമായ ഡോക്ടറെ ഈ ഒരു സൂം പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നതിന് ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. ഗുഡ് മോർണിംഗ്. കുറച്ച് ഏറെ നാളുകൾക്ക് ശേഷമാണ് രാവിലെ ഈ 6 AM ക്ലബിലേക്ക് എല്ലാവരെയും കാണുന്നത്. അപ്പോ വളരെ സന്തോഷം. നമ്മള് 2026 വർഷത്തിന്റെ 4ാം മാസത്തിലാണ് എത്തി നിൽക്കുന്നത്. വളരെ വളരെ സന്തോഷം. 2026 നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് എല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബയോമാഗ്നറ്റിസവും അത് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെയും കുറിച്ചാണ്. എങ്കിൽ കൂടെ നമ്മളൊരു ക്ലാസ്സിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. കാര്യം കഴിഞ്ഞ നമ്മള് എല്ലാവരും ഈ ബയോട്ടോറിയത്തിൽ വന്നത് മുതൽ എന്താണ് മാഗ്നറ്റിസം എന്നും അത് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് ആക്ഷൻസ് എന്നും ഒരുപാട് പേരുടെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഞാൻ പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന കുറേയധികം സംശയങ്ങളാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആയിരിക്കും എന്നുള്ളതാണ്. ഈവൻ ഞാനടക്കം നമ്മൾ ഈ ബയോട്ടോറിയത്തെ കുറിച്ച് നമ്മുടെ ആൾക്കാരുടെ അടുത്ത് പറയുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ടും ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. ശോഭ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സംസാരിക്കുന്ന ഇടയിൽ ആൾക്കാർക്ക് ചോദ്യം ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെർമിഷൻ കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ അതുകൊണ്ട് വളരെ മ്യൂച്വൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ നമ്മൾ ചോദിക്കുന്നു. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. സമയം ഇപ്പോൾ ഓൾറെഡി ഏകദേശം 6:12 ആയിട്ടുണ്ട്. ഒരു 7 മണിയൊക്കെ കഴിയുന്നാൽ ഇത്തിരി മുന്നോട്ട് പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആവശ്യമുള്ളവർക്ക് ഇരിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. Okay. So, biomagnetism, the human body's magnetic dance. ഞാൻ അതിനെ അങ്ങനെ വിളിക്കാനാണ് എനിക്ക് താല്പര്യം. എന്താണ് ബയോമാഗ്നറ്റിസം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് മാഗ്നറ്റിസം? മീൻസ് കാന്തികത. എന്താണ് ബയോമാഗ്നറ്റിസം? ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക ശക്തി, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും പ്യോർലി ഉള്ള ഒരു കാന്തികത, പ്രാപഞ്ചികമായിട്ടുള്ള ഒരു കാന്തികത. അതാണ് ഈ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. കാരണം മാഗ്നറ്റിസം, കാന്തികത നമുക്ക് കൃത്രിമമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ടാണ് അതൊരു ബൈ ദ എർത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. കൃത്രിമമായിട്ട് നമുക്ക് കാന്തം നമുക്ക് സൃഷ്ടിക്കാം. സോ ദ ഹ്യൂമൻ ബോഡീസ് മാഗ്നറ്റിക് ഡാൻസ്, അതായത്
നമുക്കറിയാം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അതിസങ്കീർണമായിട്ടുള്ള ഒരു മെഷീനറിയാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. കോടാനുകോടി പ്രവർത്തനങ്ങൾ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഈ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പ്രതിഭാസം എന്ന് വിളിക്കാവുന്ന ഒരുപാട് ആക്ഷൻസ് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്നു. ഈ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന മുഴുവൻ പ്രവൃത്തികളും ആരാണ് നിയന്ത്രിക്കുന്നത്? പല രീതിയിലുള്ള ആക്ഷൻസ്, അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, മേലിൽ നിന്നും താഴേക്ക്, താഴെയിൽ നിന്നും മേളിലേക്ക്, ഇങ്ങനെ പല ഡയറക്ഷൻസിലേക്ക് പല രീതിയിലുള്ള ചലനങ്ങൾ നടക്കുന്നു. പല രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഇൻഫർമേഷൻസ് നമ്മുടെ ശരീരം സ്വീകരിക്കുന്നു. ശരീരം അതിന് തിരിച്ച് പ്രവർത്തിക്കുന്നു, അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു. വേണ്ടാത്തത് വേണ്ട എന്ന് പറയുന്നു, ആവശ്യമുള്ളത് സ്വീകരിക്കുന്നു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി ആക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? കുറച്ചുകൂടെ നമ്മൾ പറയണ, കാരണം ജീവനുള്ള മനുഷ്യ ശരീരം എന്ന് പറയുന്നതും ജീവനറ്റ മനുഷ്യ ശരീരം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഓക്കെ, നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് കിർലിയർ ക്യാമറ പോലെയുള്ള ക്യാമറകൾ ഉപയോഗിച്ച് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ജീവനുള്ള ശരീരത്തിന് ചുറ്റും ഒരു ഓറ, ഒരു പ്രകാശ വലയം നമുക്ക് കിട്ടും. ജീവനില്ലാത്തതിനെ എടുക്കുകയാണെങ്കിൽ ഈ ഓറ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ എന്താണ് ബയോമാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിന് ശരീരത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് ഞാൻ ഇതിനെ ഒരു ഡാൻസ് എന്ന് വിളിക്കാൻ കാരണം? മാഗ്നറ്റിക് ഡാൻസ് എന്ന് പറയാനുള്ള കാര്യം, നമ്മളൊരു ഡാൻസ് പ്രോഗ്രാം കാണുമ്പോൾ അതിനകത്ത് ഒരുപാട് രീതിയിലുള്ള മുദ്രകൾ, ആക്ഷൻസ്, ചലനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തിലും സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഞാനൊരു മാഗ്നറ്റിക് ഡാൻസ് എന്ന് വിളിക്കുന്നത്. സോ ദ ഇൻവിസിബിൾ ഫോഴ്സ് അണ്ടർസ്റ്റാൻഡിങ് മാഗ്നറ്റിക് ഫീൽഡ്സ്, അതായത് നമുക്ക് കാന്തികതയെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. പ്രകൃതിയിലുള്ള കാന്തികതയാണെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ കാന്തികതയാണെങ്കിലും നമുക്കത് കാണാനായിട്ട് കഴിയില്ല. പക്ഷേ നമുക്കതിനെ അനുഭവിച്ച് അറിയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലോകത്തിൽ നമുക്ക് എക്സ്റ്റേണൽ ഫീൽഡ് നമ്മൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ കാന്തികത മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപകരണത്തിന്റെ ഫോട്ടോയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് പറയുന്നത് നമ്മുടെ എന്താ പറയാ, നമ്മള് ഈ തച്ചുശാസ്ത്ര വിദഗ്ധന്മാർ അല്ലെങ്കിൽ ആശാരിമാരുടെ ഒക്കെ കയ്യിൽ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവും. ഈ ദിശ നോക്കി യന്ത്രം എന്ന് പറയുന്ന ഈ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് നമ്മുടെ ദിശ മനസ്സിലാക്കാനുള്ള ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ വീടിനൊക്കെ കുറ്റിയടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീടിന്റെ വാസ്തുശാസ്ത്രമൊക്കെ നോക്കാൻ വരുന്ന ആശാരിമാര് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യന്ത്രം വെച്ചിട്ട് ഇതിന്റെ എങ്ങോട്ടാണ് ഇതിന്റെ ദിശ, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു സാധനം വെച്ചിട്ടാണ്. സോ അപ്പോ ഇനി ഫോർ എക്സാമ്പിൾ നമ്മുടെയൊക്കെ മൊബൈലില് നമുക്ക് അങ്ങനെ ഒരു സാധനമുണ്ട്, കോമ്പസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പണ്ടൊക്കെ വർഷങ്ങൾക്ക് മുന്ന് കടലിലൂടെ യാത്ര ചെയ്യുന്ന നാവികന്മാര്, കപ്പിത്താന്മാര് ദിശ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു യന്ത്രം വെച്ചിട്ടാണ്. നമ്മൾ വടക്ക് നോക്കി യന്ത്രമെന്നോ അങ്ങനെയൊക്കെ വിളിക്കാവുന്ന ഈ ഒരു സാധനം വെച്ചിട്ടാണ്. കാരണം ഇത് എപ്പോഴും നമുക്ക് ദിശ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. സിംപിളി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ കോമ്പസ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ എന്താണ് ഇത് ഈ സാധനം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? നമ്മുടെ പ്രകൃതിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ബേസ് ചെയ്തിട്ടാണ്, ആ കാന്തികതയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഉപകരണം വർക്ക് ചെയ്യുന്നത്. ഇതൊരു വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് കാണാവുന്ന ഒരു സാധനമാണ്. സാധാരണക്കാരൻ ആർക്ക് പറഞ്ഞു കഴിഞ്ഞാലും ഈ സാധനം മനസ്സിലാവും. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് ഈ ഒരു സാധനത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. ഓക്കെ, ഫൈൻ. എന്താണ് ബയോമാഗ്നറ്റിസം? Biomagnetism is the study of magnetic fields produced by biological systems and their effects on living organisms. It explores how external magnetic fields interact with the human body at every level, from molecular to whole system. Okay, ഞാൻ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത് സ്റ്റഡി ഓർ ദ തിങ് produce the biological systems. Okay,
പ്രാപഞ്ചികമായിട്ട് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന സാധനങ്ങളിൽ നിന്നുള്ള മാഗ്നറ്റിസം ആണ് എന്ത് ബയോ മാഗ്നറ്റിസം. നമുക്ക് നമ്മൾ ഈ ഒരു പിക്ചർ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. കാന്തികതയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പിക്ചർ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു പിക്ചറാണ്. കാരണം ഭൂമിക്ക് ചുറ്റുമുള്ള കാന്തികതയുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു പിക്ചറാണ് ഇത്. സോ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കാന്തികത മനസ്സിലാക്കാൻ നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ ഒരു എക്സാമ്പിള് നമുക്ക് എല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ടാവും. കാരണം ഒരു ബാർ മാഗ്നറ്റ് ഒരു പേപ്പറിന്റെ അടിയിൽ വെച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ ഇരുമ്പ് പൊടികൾ വെച്ച് നമ്മൾ അതിന്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുമ്പ് പൊടി ഈ ഏകദേശം ഈ പിക്ചറിൽ കാണുന്ന രീതിയിലാണ് അത് അതിൻ്റെ അകത്ത് ഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ചെറുപ്പം മുതലേ തന്നെ നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ആ രീതിയിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാന്തികതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതായത് നമ്മുടെ പ്രകൃതിയിൽ നാച്ചുറൽ എൻവയൺമെന്റിൽ എന്താണ് മാഗ്നറ്റിക് ഷീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിന്റെ പ്രത്യേകത? നമ്മുടെ പ്രകൃതിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാന്തികതയെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏകദേശം 25 മുതൽ 65 വരെ മൈക്രോ ടെസ്ല എന്ന് പറയുന്ന അളവിലാണ്. അതായത് നമ്മൾ കാന്തികതയെ നമ്മൾ ഡിഫൈൻ ചെയ്യുക ടെസ്ല എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സ്കാനിങ് സെന്ററുകളുടെ ഒക്കെ പരസ്യത്തില് 1.5 ടെസ്ല MRI. ഓക്കെ, പണ്ടൊക്കെ 1.3 MRI എന്നൊക്കെ പറയുന്ന രീതി. അപ്പൊ ഈ ടെസ്ല എന്ന് പറയുന്നത് കാന്തികതയുടെ അളവാണ്. അപ്പൊ പ്രകൃതിയുടെ ഈ കാന്തിക ശക്തിയുടെ അളവ് എന്ന് പറയുന്നത് എന്താണ്? 25 മുതൽ 65 വരെ മൈക്രോ ടെസ്ലയാണ് നമ്മുടെ പ്രകൃതിയിലുള്ള കാന്തിക ശക്തിയുടെ അളവെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ ഇപ്പൊ പറഞ്ഞ ബയോളജിക്കൽ നാവിഗേഷൻ ക്രൂഷ്യൽ ഫോർ നാവിഗേഷൻ ഇൻ മെനി സ്പീഷീസ് ആൻഡ് മേ സപ്ലി ഇൻഫ്ലുവൻസ് ഹ്യൂമൻ സിർക്കാഡിയൻ റിതംസ് ആൻഡ് ബയോളജിക്കൽ ഓറിയന്റേഷൻ. ഓക്കെ, അതായത് കാന്തികത നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് രമേശ് മാഷിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത നമുക്ക് എല്ലാവരോടും സിർക്കാഡിയൻ റിതം എന്താണെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാര്യം അതിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, ആൽഫ, തീറ്റ, ഗാമ സ്റ്റേജ് ഒക്കെ. ഓക്കെ, നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിന്റെ ഒരു റിതം, അതായത് ഈവൻ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഉറക്കം നമ്മളെ മാനേജ് ചെയ്യുന്നത്, ഉറക്കത്തിൽ നമുക്ക് ആ ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്ന ആ ഒരു ഇത് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമുക്കറിയാം സിർക്കാഡിയം റിതം പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, ഈ സിർക്കാഡിയം റിതം നിയന്ത്രിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ കാന്തികതയാണ്. ഓക്കെ, ഈ കാന്തിക ശക്തിക്ക് വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതും ഈ സിർക്കാഡിയൻ റിതം ബ്രേക്ക് ആവുന്നു, നമുക്ക് പല അസുഖങ്ങളും പിടിപെടുന്നു. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു മാറ്റം ഏതൊരു വ്യക്തിക്കും, അതായത് ഒരു 99.9 വ്യക്തികൾക്കും ആദ്യം സംഭവിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. സോ ശാസ്ത്രം തെളിയിച്ചിരിക്കുന്ന ഈ കാന്തികത എന്ന് പറയുന്നത് നമ്മുടെ സിർക്കാഡിയൻ റിതത്തെ അത് എഫക്ട് ചെയ്യുന്നു. അത് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്ന സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി കാന്തികത മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതില് ചെറിയ ഒരു എന്താ പറയാ ഡിസ്ക്ലൈമർ ഉണ്ട്. എല്ലാ കാന്തികതയും നമ്മുടെ മനുഷ്യ ശരീരത്തിന് എഫക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അത് എങ്ങനെ മനുഷ്യ ശരീരത്തിലേക്ക് എക്സ്പോസ് ചെയ്യുന്നു, എത്ര സമയം എക്സ്പോസ് ചെയ്യുന്നു, എത്ര പവറിൽ എത്ര ശക്തിയിൽ അത് എക്സ്പോസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും അതിന്റെ ചേഞ്ച്. അതായത് വെറുതെ ഒരു നമ്മുടെ ഒരു സാധാരണ ഒരു മാഗ്നറ്റ് കുറച്ച് സമയം കയ്യിൽ വെച്ചതുകൊണ്ട് നമുക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. കാര്യം ഈ 25 മുതൽ 65 വരെ മൈക്രോ ടെസ്ല യൂണിറ്റ് ആണ് പ്രകൃതിയിലുള്ളതെങ്കിൽ ഏകദേശം മൈക്രോ ടെസ്ല ആണെങ്കിൽ 1.5 ടെസ്ലയാണ് നമ്മുടെ MRI സ്കാനിലും മറ്റും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിപ്പിക്കുന്നത്. പക്ഷെ എന്നാൽ കൂടെ നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല. നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ആ ശരീരത്തിന്റെ പ്രോപ്പറായിട്ടുള്ള ആന്തരിക പിക്ചറുകൾ എടുക്കാനാണ് സ്വാഭാവികമായിട്ടും MRIയിലൂടെ നമുക്ക് സാധിക്കുന്നത്. സോ ഉപയോഗിക്കുന്ന അളവിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാവും. എത്ര പവറിലാണ് കാന്തികത നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പിന്നെ ഞാൻ ഇനി കൂടുതലായിട്ട് അടുത്ത സ്ലൈഡ്സിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്.
Okay, the magnetic field and the human body interaction. നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം പല രീതിയിലുള്ള റേഡിയോ ഫ്രീക്വൻസി ലെവലിലുള്ള തരംഗങ്ങൾ നമ്മുടെ വായുവിൽ മൊത്തം ലോകത്ത് മുഴുവനായിട്ടുണ്ട്. കാര്യം ഇന്ന് നമുക്ക് ഇലക്ട്രോണിക്സ് ഡിവൈസുകളുടെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത് മുതൽ വൈകുന്നേരം വരെ പല രീതിയിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ആ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കാന്തികത ശരീരത്തിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ പ്രകൃതിയിലേക്ക് പോകുന്നതുണ്ട്. ഓക്കെ, ബിയോണ്ട് ദ ഒബ്വിയസ്, ഹൗ മാഗ്നറ്റിക് ഫീൽഡ്സ് എഫക്ട് us. മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻട്രിൻസിക്കലി ലിങ്ക്ഡ് വിത്ത്. ഇപ്പൊ പറഞ്ഞു വരുന്നത് ഓക്കെ, എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു മോഡേൺ ലൈഫില് നമ്മൾ ഒരുപാട് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസസുമായിട്ട്, കാരണം എവറി ഡിവൈസസ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിസം. ഓക്കെ, ഞാൻ പറഞ്ഞു അതിന്റെ കാര്യം എന്താണ്, നമ്മൾ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ഏതിൽ നിന്നും ഏതിലേക്കും വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവിനനുസരിച്ചിട്ട് മാഗ്നറ്റിക്, അപ്പൊ എല്ലാ വൈദ്യുത പ്രവാഹം വഴിയും നമുക്ക് കാന്തികത ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വളരെയധികം കാന്തികതയായിട്ട് എക്സ്പോസ്ഡ് ആണ്. ഓക്കെ, ചില സമയങ്ങളിൽ ഇത് എന്തായി മാറുന്നു, ഒരുതരം ഇലക്ട്രോ മാഗ്നറ്റിക് പൊല്യൂഷൻ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയും സംഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കണ്ടിന്യൂസ് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം, ടെലിവിഷൻസ്, അതുപോലെയുള്ള കാര്യങ്ങൾ. കാരണം നമ്മളെല്ലാവരും പറയുന്നത്, നമുക്ക് ഈ പറയുന്ന പോലെ ചില ആൾക്കാരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട്, മൊബൈൽ ഫോണിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗം കൊണ്ട് തലവേദനയും അതുപോലെ തന്നെ മൈഗ്രെയിനും ഒക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ തിങ് ആണ്. പക്ഷെ എന്നാൽ കൂടെ നമുക്ക് കാന്തികത ഉണ്ടാവുന്നുണ്ട്, നമുക്ക് കൃത്രിമമായിട്ട് നമുക്ക് കാന്തികത ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, ഓരോ വൈദ്യുത പ്രവാഹത്തിലൂടെയും കാന്തികത ഉണ്ടാവുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള മാഗ്നറ്റിസം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തില് കാന്തികതയെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തെ ബേസ് ചെയ്തിട്ട് എടുക്കുന്ന എല്ലാ ടെസ്റ്റുകളുടെയും ആധാരം എന്ന് പറയുന്നത് മാഗ്നറ്റിസമാണ്. ഫോർ എക്സാമ്പിൾ, ECG നമുക്കറിയാം, പണ്ട് മുതലേ നമുക്കറിയാവുന്ന ഒന്നാണ് ECG. ഈ ECG ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും പറയുക, നമ്മൾ മാഗ്നറ്റിസം എന്ന് നമ്മൾ പറയാറില്ല. പക്ഷെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് മാഗ്നറ്റിസമാണ്. കാരണം ഒരു സൗത്ത് പോളിനെയും നോർത്ത് പോളിനെയും ആശ്രയിച്ച് വർക്ക് ചെയ്യുന്ന സാധനമാണ്. എല്ലാവിധം ടെസ്റ്റുകളുടെയും ആധാരം എന്ന് പറയുന്നത് മാഗ്നറ്റിസമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഹാർട്ട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ശരീരത്തിലെ കാന്തികതയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റിന് നമുക്ക് വ്യത്യാസം വരും. സോ അതുകൊണ്ടാണ് നമുക്ക് ഈവൻ BP കുറഞ്ഞ ആൾക്കാർക്കും കൂടിയ ആൾക്കാർക്കും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം കാന്തികതയാണ്. നമ്മുടെ സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാഗ്നറ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, മറ്റൊന്ന് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമ്മൾ ഈ മാഗ്നറ്റിസം ശരീരത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ലിറ്ററേച്ചറുകൾ, നമ്മൾ സ്റ്റഡീസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്, ഈവൻ നമുക്ക് ഇന്റർനെറ്റിനാണെങ്കിലും മറ്റേതിലാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ആൻസർ കിട്ടില്ല. കാര്യം ചില സമയത്ത് തന്നെ നിങ്ങൾ ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ പറയുന്നുണ്ടാവും, ബ്രേസ്ലെറ്റുകളോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു വിധത്തിലുള്ള ചേഞ്ചും ഉണ്ടാവില്ല, ഇത് മുഴുവൻ ഫേക്ക് ആണ് എന്ന് പറയുന്ന ഒരുപാട് നോട്ട്സ് നമുക്ക് നെറ്റിൽ കാണാം. പക്ഷേ ഇതിന്റെ കുഴപ്പം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നാൽ കാന്തികത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരുവിധ സംശയവും ഇല്ല. പക്ഷെ ഇത് പഴയ സ്റ്റഡികളാണ്. നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം ഒരു 80% സ്റ്റഡീസും വരുന്നത് വളരെ വർഷങ്ങൾക്ക് മുന്നേ, ചിലപ്പോൾ 2000-ന് മുന്നെയോ അതുപോലെയൊക്കെയുള്ള സ്റ്റഡീസ് ആണ് ഇതിനകത്ത് വരുന്നത്. പുതിയ ലേറ്റസ്റ്റ് സ്റ്റഡീസിനകത്ത് പറയുന്നത് മുഴുവൻ കാന്തികത ശരീരത്തെ ബാധിക്കുന്നു.
കാന്തികതയ്ക്ക് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ബേസ്ഡ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോഷർ ആൻഡ് ടൈം, അത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതല്ലാതെ വെറുതെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സാധനം കാന്തം കുറച്ച് സമയം കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മാറ്റം ഉണ്ടാവുന്നു, അങ്ങനെയൊന്നും നമ്മൾ തെറ്റായിട്ട് ധരിക്കരുത്. സമയവും അതിന്റെ എക്സ്പോഷറും വളരെയധികം പ്രാധാന്യം നിറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി 100% നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് 3 രീതിയിലായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ പകല് മുഴുവൻ നമ്മൾ റിസ്റ്റ് ബാൻഡ് ധരിക്കുന്നു, രാത്രി നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് മാട്രസിൽ നമ്മൾ കിടന്നുറങ്ങുന്നു. സോ നമ്മൾ 24 hours മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഈ കണ്ടിന്യൂസ് എക്സ്പോഷർ ആവശ്യമാണ്. ഓക്കെ, അല്ലാതെ ഒരു ഹൈ ഫ്രീക്വൻസി ഏത് സമയം പ്രവഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ശരീരത്തിന് ദോഷം ചെയ്യും. അപ്പോ നമ്മുടെ വളരെ ലോ ലെവലില് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന സമയത്ത് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഗവേഷണത്തിലൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ CMD ഈ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കൊടുത്തപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈപ്പോ മാഗ്നറ്റിസം. എന്താണ് ഹൈപ്പോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ പണ്ടൊക്കെ ആൾക്കാർക്ക് ഭൂമിയിൽ നിന്നുള്ള, പ്രകൃതിയിൽ നിന്നുള്ള കാന്തികത നേരിട്ട് ശരീരത്തിലേക്ക് എക്സ്പോസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പ്രകൃതിയുമായിട്ട് അടുത്ത് ഇടപഴകി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥയായിരുന്നു മുന്നേ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മള് കോൺക്രീറ്റ് ഗൃഹങ്ങളിൽ വസിക്കുന്നത് കാരണം നമുക്ക് മാഗ്നറ്റിസം എന്ന് പറയുന്ന സാധനം നമുക്ക് നേരിട്ട് ശരീരത്തിലേക്ക് ലഭിക്കുന്നില്ല. ഈ അവസ്ഥയാണ് എന്ത്? ഹൈപ്പോ മാഗ്നറ്റിസം. അതായത് മാഗ്നറ്റിസത്തിന്റെ കുറവ്, കാന്തികതയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. ഈ കാന്തികതയുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡോക്യുമെന്റഡ് ബയോളജിക്കൽ എഫക്ട്സ്. വാട്ട് ദ റിസർച്ച് റിവീൽസ്. എന്താണ് റിസർച്ചുകൾ പറയുന്നത്? റിസർച്ചുകൾ എന്താണ് പറയുന്നത്? സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് ബയോളജിക്കൽ റെസ്പോൺസസ്. എന്താണ് ഈ SMF എന്ന് പറയുന്നത്? സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ്സ്, അതായത് കൃത്യതയാർന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള കാന്തികത, മാഗ്നറ്റിക് ഫീൽഡ്സ്, അതാണ് ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഡൈനാമിക് മീൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്, ചേഞ്ചിങ്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സ്ഥിരം. ക്യാൻസർ റിസർച്ചില് ഈ സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡുകൾ ഉപയോഗിച്ച് സമയത്ത് തെളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ എന്തുപയോഗിക്കാം? നമുക്ക് മാഗ്നറ്റിസം നമുക്ക് ഉപയോഗിക്കാം. അതായത് മോളിക്കുലാർ ലെവലില് നമ്മുടെ മുഴകളുടെ ട്യൂമർ സെൽ ബിഹേവിയർ, അതിന്റെ സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് കാന്തികത കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പെയിൻ മാനേജ്മെന്റ്, വേദന സംഹാരി എന്നുള്ള രീതിയിൽ വേദന നിയന്ത്രിക്കുന്ന ഒരു കണ്ടീഷൻസിൽ കാന്തികത ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിക് ചേഞ്ചസ്, നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് കണ്ടീഷൻസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാനായിട്ട് കാന്തികതയെ കുറിച്ച് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിസ് മാനേജ്മെന്റ്, നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും എന്തുകൊണ്ട് സാധിക്കുന്നുണ്ട്? മാഗ്നറ്റിസം കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്രൊവൈഡഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ തെറ്റായി കേട്ടിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പഴയതും പുതിയതും തമ്മിലുള്ള സ്റ്റഡി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ കുറച്ച് ആൾക്കാർക്ക് കയ്യിലേക്ക് എത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണ. ഓക്കെ, അതുപോലെ തന്നെ ന്യൂറോ ബയോളജിക്കൽ ഇമ്പാക്ട്സ്, നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹത്തെ, നമ്മുടെ നാഡീ കോശങ്ങളുടെ പ്രവർത്തനത്തെയും മാഗ്നറ്റിസം എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അതിലേക്ക് എഫക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാനും മറ്റും നമുക്ക് സ്വാഭാവികമായിട്ടും സാധിക്കും. മാഗ്നറ്റിക് ഫീൽഡ്സ് ക്യാൻ ഇൻഡ്യൂസ് സീരീസ് ഓഫ് ന്യൂറോ ബയോളജിക്കൽ എഫക്ട്സ് in animals and isolated nerve cells from altered firing rates to change in neurotransmitter release. Okay, ന്യൂറോ ട്രാൻസ്മിറ്റർ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ കേൾക്കുന്നതാണ്. എന്താണ് നമ്മുടെ ശരീരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ തലച്ചോറ് സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു
പ്രവണതയാണ് നമ്മൾ ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സന്ദേശങ്ങൾ കൈമാറുന്ന അല്ലെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെ, നാഡീകോശങ്ങളുടെ പ്രവർത്തനത്തെയും നമുക്ക് ഈ മാഗ്നറ്റിസം എഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് തെളിയിക്കുന്നത്. അൺവീലിംഗ് ദ മെക്കാനിസം. ഓക്കെ, ഹൗ ഡസ് ഇറ്റ് ആക്റ്റീവ്ലി വർക്ക്? എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ. ഓക്കെ, magnetoreception may not always involve specific evolutionary receptors. Okay, a compelling universal model in emerging one that operate at the biochemical level. Magnetic signals may interact with magnetic moments in macro molecules, transferring influencing through the body's biochemical networks without requiring dedicated receptors organ. Okay, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇത്. അതായത് മാഗ്നറ്റിസം ശരീരത്തിലേക്ക് പ്രവഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ ശരീരം അതുമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഒരു റിസപ്റ്റേഴ്സിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് കാഴ്ച എന്ന് പറയുന്ന ആ ഒരു ദൃശ്യം നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ വർക്ക് ചെയ്യണം. കണ്ണിലൂടെ മാത്രമേ നമുക്ക് കാഴ്ച അനുഭവിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ സ്മെല്ല്, മണം അറിയണമെങ്കിൽ മൂക്ക് വർക്ക് ചെയ്യണം. രുചി അറിയണമെങ്കിൽ നാവ് വർക്ക് ചെയ്യണം. ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് അറിയണമെങ്കിൽ പെർട്ടിക്കുലർ ഓർഗൻസ് വർക്ക് ചെയ്യണം. പക്ഷേ മാഗ്നറ്റിസം നമ്മുടെ ശരീരത്തിന് അനുഭവവേദ്യമാവണമെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഏതെങ്കിലും ഒരു അവയവം വർക്ക് ചെയ്യണമെന്നില്ല. ടോട്ടൽ ബോഡിക്കും നമ്മുടെ ഈ മാഗ്നറ്റിസം ഫീൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് നമ്മുടെ മാഗ്നറ്റിസം. ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് മുഴുവനായിട്ട് നമുക്ക് കാന്തികത അനുഭവിച്ചറിയാനായിട്ട് കഴിയും. കാന്തികത ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്, ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യം ഇതിന് മുന്നേ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മാഗ്നറ്റിസം ആസ് എ മെഡിസിൻ, തെറാപ്യൂട്ടിക് പൊട്ടൻഷ്യൽസ് ആൻഡ് ഫ്യൂച്ചർ ഡയറക്ഷൻസ്. എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രം ഇതിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, നിലവിൽ ഉപയോഗിക്കുന്നതും ഇനി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് സംഭവമാണ് മാഗ്നറ്റോ തെറാപ്പി, എ ടൂൾ ഫോർ പെയിൻ മാനേജ്മെന്റ്. വേദന നിയന്ത്രണത്തിൽ ശാസ്ത്രീയം അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം തന്നെ മാഗ്നറ്റിസം ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് പൾസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, PEMF എന്ന് പറയുന്നത്. ഇതില് ആക്ച്വലി ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിക് മാഗ്നറ്റിസം അല്ല, അതായത് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ് ഈ PEMF ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ നെർവ് ആക്ടിവിറ്റിയെ സമതുലിതപ്പെടുത്തുന്നു, മോഡുലേറ്റ് ചെയ്യുന്നു, എൻഹാൻസസ് മൈക്രോ സർക്കുലേഷൻ, ശരീരത്തിന്റെ ഏറ്റവും നേരിയ രക്തോട്ടം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. ടിഷ്യൂ റിപ്പയർ, അതായത് കോശങ്ങളെ പുതുതായിട്ട് ഉണ്ടാവാനായിട്ട് PEMF ടെക്നോളജി സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ PEMF ടെക്നോളജി ഇന്ന് വേദന നിവാരണത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ സേഫ്റ്റി? കൺസിഡേർഡ് ആസ് എ സേഫ് നോൺ ഇൻവസീവ് അഡ്ജങ്ക്റ്റീവ് മൊഡാലിറ്റി. കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മരുന്നോ മറ്റോ കുത്തിവെച്ചുണ്ടാവുന്ന സൈഡ് എഫക്റ്റുകൾ, മരുന്ന് കഴിച്ചുള്ള സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ ഈ തെറാപ്പിക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നോൺ ഇൻവസീവ് മെത്തേഡ്, ശരീരത്തിന്റെ അകത്തേക്ക് എന്തെങ്കിലും ഉപകരണമോ മരുന്നോ കടത്തിവിടാതെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മാഗ്നറ്റോ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, മീൻസ് PEMF ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് റിസർച്ചുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ഫീൽഡിൽ നടക്കുന്നുണ്ട്. ദ ഫ്യൂച്ചർ ഓഫ് ബയോമാഗ്നറ്റിസം, ക്ലിനിക്കൽ ട്രയൽസ്, പൊല്യൂഷൻ. പക്ഷെ ഇതിന്റെ ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് സ്റ്റഡീസ് കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, വളരെയധികം സ്റ്റഡീസ്, പഠനങ്ങൾ കുറവാണ്. നമുക്ക് ഈ പറയുന്ന പോലെ എസ്പെഷ്യലി നമ്മുടെ അലോപ്പതിയാണ് ഇന്ന് ചികിത്സകളുടെ രാജാവ് എന്ന് പറയുന്ന അലോപ്പതിക്കകത്ത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ടും വിശ്വസിക്കുന്നത് മറ്റുള്ള വെച്ചാൽ അതിനകത്ത് സ്റ്റഡീസും റിസർച്ചും ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ മാഗ്നറ്റിസം അല്ലെങ്കിൽ ബയോമാഗ്നറ്റിസം സ്റ്റഡീസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനും വിശ്വസിപ്പിക്കാനും പ്രയാസം എന്ന് പറയുന്നത്. സ്റ്റഡീസും അതുപോലെ എവിഡൻസും കുറവാണ്. പക്ഷേ നമ്മുടെ ഈ പ്രോഡക്റ്റ്, അതായത് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അനുസരിച്ചിട്ട് ഇനി നമ്മൾ ഇതിനകത്ത് വളരെ
കാര്യം എല്ലാം ആധികാരികമായിരിക്കണം. നമ്മൾ വായിലൂടെ പറയുന്നതിന് നമുക്ക് ഒരു സ്ഥലത്തും നിലനിൽപ്പില്ല. ഓക്കെ, ഇനി ഈവൻ നമ്മുടെ കമ്പനി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്പനികൾ ആരെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കൂടുതൽ സ്റ്റഡീസ് നടത്തി പ്രൂവൺ ആണ് എന്ന് തെളിയിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, പക്ഷെ ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഏതാനും ചില ഉദാഹരണങ്ങളിൽ തന്നെ സയൻസ് ഇതിനെ അംഗീകരിച്ചതാണ്. സയൻസ് ഇത് ഉപയോഗിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ആയുഷ് മന്ത്രാലയം വെറുതെ അല്ല മാഗ്നറ്റിക് തെറാപ്പിയെ നമുക്ക് അതിന് ആയുഷ് ചികിത്സാ രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ പക്ഷെ ഇപ്പോഴും നമ്മുടെ പല ആൾക്കാർക്കും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമ്മൾ ഈവൻ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരോട് പറയുമ്പോൾ തന്നെ ഇതൊരു സ്യൂഡോ സയൻസ് അല്ലേ, അല്ലെങ്കിൽ ഇതൊരു ഈ പറയുന്ന ഒന്നും നടക്കാത്ത കുറെ കാര്യമല്ലേ എന്ന് നമ്മളോട് പല പ്രാവശ്യം ആൾക്കാർ പറയുന്നുണ്ടാവും. അത്തരം ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും. അതായത് ക്യാൻസർ റിസർച്ചിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, പെയിൻ മാനേജ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നു, ഈവൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ മെറ്റബോളിക് കണ്ടീഷൻസിൽ ചേഞ്ചസ് വരുത്താമെന്നുള്ളതും, പക്ഷെ കൂടുതലായിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടെ ഭാവിയിൽ അത് വരാതിരിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഈവൻ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നമ്മൾ കുറച്ചുകൊണ്ടുവരുന്നു. മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് മരുന്നില്ലാതെ എങ്ങനെ അസുഖം നമുക്ക് മാറ്റിയെടുക്കാം. ഈവൻ ന്യൂട്രീഷണൽ തെറാപ്പി, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിന്റെ ഉപയോഗം. ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്ന് പറയുന്നത് അലോപ്പതി അല്ലാത്ത മറ്റു ചികിത്സാ രീതികൾ, യോഗ, നാച്ചുറോപ്പതി, മാഗ്നറ്റിക് തെറാപ്പി, ഇതുപോലുള്ള തെറാപ്പികളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ വളരെയധികം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫങ്ഷണൽ മെഡിസിൻസ്, അതായത് രോഗത്തിന്റെ മൂല കാരണം കണ്ടുപിടിച്ച് മരുന്നിന് പകരം ഡെഫിഷ്യൻസിയെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശാസ്ത്രശാഖ ഫങ്ഷണൽ മെഡിസിൻ. ഇതിന്റെയൊക്കെ ഉപയോഗമാണ് ഇന്ന് ലോകത്തിൽ ഇനി ഭാവിയിലേക്ക് കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ ഉപയോഗവും ഇനി ഭാവിയിൽ കുറച്ച് കൂടി വരും. പക്ഷേ ഒരു നെഗറ്റീവ് ചില പുതിയ സ്റ്റഡീസ് പറയുന്നത് ഈ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഒരു പൊല്യൂഷൻ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 20-25 വർഷം നമുക്ക് ഉപയോഗിക്കുക, ലോങ് സ്റ്റാൻഡിങ് പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കുഴപ്പമില്ല. കാര്യം ഒരാഴ്ച ഉപയോഗിച്ച്, ഒരു മാസം ഉപയോഗിച്ച് അത് പ്രകൃതിയിലേക്ക് വലിച്ചെറിയുമ്പോഴോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വരുമ്പോഴോ ആണ് അത് എന്താവുന്നത്, മാലിന്യമായിട്ട് മാറുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സോ ഇത്രയും പറഞ്ഞതിൽ നിന്നും എന്ത് തന്നെയാണെങ്കിലും മാഗ്നറ്റിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് റിസർച്ച് വഴി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് എടുക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് തന്നെയാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈനിലാണ് യഥാർത്ഥമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വിജയം കൊണ്ടുവരാനുള്ള നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും എന്താ പറയേണ്ടത്, ആഹ്ലാദഭരിതമാക്കാനുള്ള, രോഗങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് തന്നെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സ്യൂഡോ സയൻസ് അല്ല, ഇതൊരു പ്രൂവൺ സയൻസ് ആണ്, 100% ഷുവർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം, കാര്യങ്ങളിലേക്ക് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചു. ഓക്കെ, താങ്ക് യു സർ. ആർക്കെങ്കിലും ചോദിച്ചോളൂ ചോദ്യങ്ങൾ. സുബിൻ പേരാ. സുബിന സാറിപ്പോ പറഞ്ഞതില് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഇത് പിന്നെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെയുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ച് ഇപ്പോഴത്തെ ഈ ന്യൂജൻ ഉണ്ടല്ലോ, എഡ്യൂക്കേറ്റഡ്, ഇപ്പം BBA MBA ഇങ്ങനെ ആ കോഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ന്യൂജൻ ആയിട്ടുള്ള കുട്ടികൾ ഇതിനകത്ത് കയറി ഇടപെടുന്നുണ്ട്. അവര് പറയുന്നത് ഈ സാർ പറഞ്ഞതുപോലെ പിന്നെ ഈ പുതിയ ഇതിനകത്ത് അവർ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിലോ മറ്റോ ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ ഇതൊരു സൂഡോ സയൻസിന്റെ രീതിയിലാണ് അവർ വല്ലാതെ നമ്മളോട് കയർത്തുന്നത്. ഈ മാസം തന്നെ ഒരു 2, 3, 4 അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഫീൽഡിൽ പോയപ്പോൾ. അപ്പൊ അങ്ങനെ നമുക്കിത് ഇപ്പൊ സെർച്ച് ചെയ്താൽ കിട്ടുന്ന രീതിയിലേക്ക് പുതിയതായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ എന്താ ഈ ഗൂഗിളിനകത്തോ മറ്റോ ഒന്നും കിട്ടാത്തത് എന്താണ്? അത് നമ്മുടെ ബയോട്ടോറിക് കമ്പനിക്ക് തന്നെ അങ്ങനെ ഒരു പിന്നെ ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള കുറെ അനുഭവങ്ങളും തെളിവുകളും ഈ കമ്പനിയുടെ ഭാഗത്ത് തന്നെ ഒരു 4-5 വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗൂഗിളിലോ മറ്റു സെർച്ച് ചെയ്താൽ കിട്ടാത്തതിന്റെ ഒരു അവസ്ഥ നമുക്ക് ഫീൽഡിൽ പോകുമ്പോൾ അനുഭവിക്കുന്നു. അതെ സുബിൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഈവൻ
ഗൂഗിൾ ആണെങ്കിലും ചാറ്റ് GPT ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഗൂഗിൾ AI ആണെങ്കിലും ഒക്കെ ഗൂഗിൾ ജെമിനായി ഒക്കെ എടുത്തു കഴിഞ്ഞാല്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് വരുന്ന 2-3 പോയിന്റിനാണ് ഇവരെല്ലാം പിടിച്ചിട്ട് പറയുന്നത്. നിങ്ങൾ ഏത് മോഡേൺ സമൂഹ മീൻസ് സാമൂഹ്യ മാധ്യമം ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഈ പറയുന്ന അഡ്വാൻസ്ഡ് ടൂൾസ് ആവട്ടെ, ഇതിനകത്തെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും മാഗ്നറ്റിക് തെറാപ്പി പെയിൻ മാനേജ്മെന്റിന് എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് 100% എല്ലാത്തിലും പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന ചിലപ്പോൾ നെഗറ്റീവ് പറയുന്ന 2 കാര്യം, ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനായിട്ടുള്ള ഇന്ററാക്ഷൻസ് വളരെ കുറവാണ്, ന്യൂറോളജിക്കലി ഇന്ററാക്ഷൻസ് കുറവാണ്. ഇങ്ങനെ പറയുന്ന 2 കാര്യങ്ങളിലാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോ കുറെ എണ്ണത്തിൽ ഈ സ്യൂഡോ സയൻസ് പോയി, പക്ഷെ ഇനിയും റിസർച്ചുകൾ ആവശ്യമാണ്. മോർ ടു സ്റ്റഡി എന്നുള്ള വാക്കിലേക്ക് മാറിയിട്ടുണ്ട്. മനസ്സിലായോ? സുബിൻ കേൾക്കുന്നില്ലേ? പ്രൊഫസറെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരോട് MRI സ്കാൻ 100%. MRI സ്കാനിന്റെ ഫുൾ ഫോം എന്താണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, അതിലൊക്കെ മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കൺവിൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ മെറ്റയോടോ പിന്നെ ചാറ്റ് GPTയോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇതിന്റെ കാര്യങ്ങൾ കിട്ടാത്ത ഒരു പ്രയാസം നേരിടുന്നുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ പറയുന്ന നമ്മളെ പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കമ്പനിയോ. കാര്യം എല്ലാം നടക്കുന്ന ഈ സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്താണ്, ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്യണം, ഇതിനെ മുന്നോട്ട് നയിക്കാൻ ആരെങ്കിലും ഒരാൾ വേണം. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ഈവൻ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു സ്റ്റഡി നടത്തണമെങ്കിലും അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയറിലൂടെ നമ്മളൊരു സാമ്പിൾ ഗ്രൂപ്പിനെ നമ്മൾ എടുക്കണം. ആ സാമ്പിൾ ഗ്രൂപ്പിനെ എടുത്ത് അവരിൽ ഒന്നുകിൽ അത് 2 വർഷമോ 3 വർഷമോ 5 വർഷമോ നീളുന്ന ഒരു സ്റ്റഡി ആയിരിക്കാം. ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ നമ്മൾ നടത്തണം. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, പ്രോഡക്റ്റ് ഉപയോഗിക്കാത്തവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. പിന്നെ പ്ലസീബോ എന്ന് പറയുന്ന ഒരു സ്റ്റഡി മെത്തേഡ് ഉണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള പിന്നെ ഡബിൾ ബ്ലൈൻഡഡ് സ്റ്റഡി, അങ്ങനെ ഒരു കാര്യങ്ങളെ തെളിയിക്കാനുള്ള ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ആ രീതിയിൽ നമ്മൾ ആരെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്ത് ഇതിനെ തെളിയിച്ച് ഇതിന്റെ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു എഫക്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആരെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. പക്ഷെ ഇനി അങ്ങോട്ട് ഈ ഒരു മെത്തേഡിനെ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. കാര്യം കൂടുതലായിട്ട് നമ്മളിപ്പോ പറഞ്ഞ പോലെ ഓരോന്നിലും മാഗ്നറ്റിസത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു സാർ. സാറിനെ പോലുള്ള ആരെങ്കിലും ഒക്കെ ഇതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ട്. ഓക്കെ, താങ്ക് യു സുബിൻ. അടുത്തയാള് സാറേ ഷാജി റസാഖാണ്. ഷാജി പറയൂ. നമുക്ക് നമ്മുടെ മാഗ്നറ്റിസത്തിൽ നമുക്ക് മെറ്റബോളിക് എഫക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നെർവ് സിസ്റ്റം, നാഡീവ്യൂഹത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഡയബറ്റിക് എഫക്ട് ചെയ്യുന്നുണ്ട്, സർക്കുലേഷൻ ഓക്സിജൻ ഓൾറെഡി അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പെയിൻ, ഇൻഫ്ലമേഷൻ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത്രയും നമ്മുടെ പ്രൊഡക്റ്റിൽ വളരെയധികം ഗുണങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഫങ്ഷണൽ മെഡിസിൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് എങ്ങനെയാണ് അത് കണക്ട് ആവുന്നത്? എങ്ങനെയാണ്? ഷാജി, സൗണ്ട് ക്ലിയർ അല്ല. വോയിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. ക്വസ്റ്റ്യൻ ഒന്നും കേട്ടില്ലായിരുന്നു. കേട്ടു, ആദ്യ ഭാഗം കേട്ടു, അവസാനം ക്വസ്റ്റ്യൻ എന്താണെന്ന് കേട്ടില്ല. നമുക്ക് മാഗ്നറ്റിസത്തിന്റെ കാര്യങ്ങൾ സാർ പറഞ്ഞു. സെക്കൻഡ് സാറ് ഫങ്ഷണൽ മെഡിസിൻസിനെ കുറിച്ച് പരാമർശിച്ചല്ലോ. അപ്പൊ നമ്മുടെ ഇതും ഫങ്ഷണൽ മെഡിസിൻസും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ബന്ധം എന്തെങ്കിലും? അല്ല, ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു പുതുതായിട്ട് വളർന്നു വന്ന ഒരു ശാസ്ത്രശാഖയാണ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് അതിന്റെ പേര് പോലെ തന്നെ ഇതാണ് കാര്യം. അതായത് നമ്മളിപ്പോ ഇപ്പൊ അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും, അതായത് മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന ചികിത്സാ ശാസ്ത്രത്തിൽ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാണ് സിംറ്റംസിനെയാണ് ചികിത്സിക്കുന്നത്. മനസ്സിലായില്ലേ? ലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. നമ്മൾ ഏതെടുത്ത് ഇപ്പൊ നിങ്ങളൊരു പനി തലവേദന എന്ന് പോയി കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു അലോപ്പതി ഡോക്ടറെ തോന്നിയാൽ നിങ്ങൾക്ക് ആദ്യം ആ പനിയും തലവേദനക്കുള്ള ഗുളികയാണ് തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് തലവേദന വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പനിയുടെ കാരണമെന്ന് നമ്മള് ആദ്യം തന്നെ ചിന്തിക്കാറില്ല. ഓക്കെ, പാരസെറ്റമോൾ തന്നു, പനി കുറഞ്ഞു, ബസ് കഴിഞ്ഞു. ഓക്കെ, പക്ഷെ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെടുത്ത് നിങ്ങൾ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞാൽ അവർ ലക്ഷണത്തെ മൈൻഡേ ചെയ്യില്ല.
ഓക്കെ, അത് എന്തുകൊണ്ട് ഉണ്ടായി, അതിന്റെ റൂട്ടിലേക്കാണ് പോവുക, അതിന്റെ വേരിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് ചില ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട്, നിങ്ങളുമായിട്ടുള്ള ഒരു കറക്റ്റ് ഒരു 45 മിനിറ്റ് നിങ്ങളുമായിട്ടുള്ള സംഭാഷണം, കറക്റ്റ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ്, ഇതിനൊക്കെ എവിടുന്നാണ് ഈ രീതിയില് അങ്ങനെ മെഡിസിൻ ഇല്ലാതെ ചികിത്സിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഈ പറയുന്ന ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റിസം നമുക്ക് എങ്ങനെ ഇമ്പാർട്ട് ചെയ്യാം എന്നുള്ളത് ആ രീതിയിൽ നമ്മൾ ആലോചിക്കണം. കാരണം അതിനകത്ത് മരുന്നില്ല, നമ്മുടെ ഈ പറയുന്നതിനകത്ത് മരുന്നില്ല. നിലവിൽ എന്തായാലും ഒരു കണക്ഷൻ വന്നിട്ടില്ല. ഞാൻ ഈ പറയുന്ന പോലെ ഇനി പഠനങ്ങൾ വരുന്നതോടൊപ്പം ഡെഫിനറ്റ് ആയിട്ട് ചിലപ്പോ ഒരു കണക്ഷൻ വന്നേക്കാം, അതിനൊരു സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഈ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മളെപ്പോഴും നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേക ഒരു സ്വഭാവം എന്ന് പറയുന്നത്, നമ്മള് ഈവൻ ചില കാര്യങ്ങളിൽ ഇപ്പൊ ഞാനാണെങ്കിലും നമ്മളൊരു ആരംഭ ശൂരത്വം എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ. ഏതിനോടും തുടക്കത്തിൽ ഒരു ആവേശം ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ആവേശം വിട്ടുകളയും. അപ്പോ ആദ്യം തുടക്കത്തിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കും, ബെഡ് ഉപയോഗിക്കും, റിസ്റ്റ് ബാൻഡ് ഒക്കെ ഉപയോഗിക്കും. കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ എന്താവുന്ന ചിലപ്പോൾ ഒരു 2 മാസമോ ഒരു 3 മാസമോ അല്ലെങ്കിൽ ഒരു 5 മാസമോ ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താവും, നേരെ താഴേക്ക് പോകും. അപ്പൊ പതുക്കെ നമ്മുടെ റിസൾട്ടുകളും എന്താവും, പിന്നിലോട്ട് പോകും. ആ ഒരു സ്വഭാവം മലയാളിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം, നമ്മുടെ ഈ കാര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കാണിക്കരുത്. കാര്യം ഇതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. നമ്മൾ എന്തായാലും മരണം വരെ നമ്മൾ ഡ്രസ് ഉപയോഗിക്കുന്നില്ലേ, മരണം വരെ നമ്മൾ പല്ല് തേക്കുന്നു, മരണം വരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അതുപോലെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ കുറിച്ചുള്ള റിസൾട്ട് 100% കിട്ടുള്ളൂ. ഞാൻ തുടക്കം മുതലേ നമ്മൾ പറഞ്ഞു, പഠനങ്ങൾ തെളിയിക്കുന്നത് മാഗ്നറ്റിസം നമ്മുടെ ബോഡിയെ എഫക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ടൈം ഡ്യൂറേഷനും എക്സ്പോഷറും വളരെയധികം പ്രാധാന്യം നിറഞ്ഞാണ്. ഇത് നമ്മുടെ മനസ്സിൽ ഒരു വലിയ തങ്കലിപികളാൽ എഴുതിയിടണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. 4 ദിവസം ഉപയോഗിച്ചു, അയ്യോ സാറേ നടക്കുന്നില്ല, 5 ദിവസം ഉപയോഗിച്ച് നടക്കുന്നില്ല എന്നുള്ള ഒരു പരിപാടി ഇതിനകത്ത് നടക്കില്ല. സാറേ പറയൂ. കേൾക്കാം. നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും അടുത്തായി നമ്മുടെ ടീമിൽ നമുക്കുണ്ടായ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ആളുകൾ പറയുന്നത്, അത് എഡ്യൂക്കേറ്റഡ് എന്ന് വിചാരിക്കുന്ന ആളുകൾ പറയുന്നത്, ഇത് കുറെ ഉടായിപ്പായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇതൊന്നും ഒരു ശരിയല്ല, രോഗം വന്നാൽ ചികിത്സിക്കാൻ ഇവിടെ ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ സംവിധാനങ്ങളുണ്ട്, ഇങ്ങനെ ഒറ്റമൂലി പ്രയോഗമായിട്ട് കുറെ ഉടായിപ്പായിട്ട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തന്നെ റിജക്ട് ചെയ്യുന്ന ചില എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവരുടെ അജ്ഞതയാവാം, പക്ഷെ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസം ഫീൽഡിൽ നമുക്ക് പല ആളുകൾക്കും പല രീതിയിലാണ് അതിനെ ഇതാവുക. പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കേരളം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, സാക്ഷരതയിൽ മുൻപന്തിയിലാണ്, ആരോഗ്യരംഗത്ത് കുറെ മാറ്റങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ ഈ ഒരു ആശയത്തെ ശരിക്കു പറഞ്ഞാൽ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. കാരണം നമ്മൾ പറയുന്ന, നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാൻ പറയുമ്പോൾ പല ആളുകളും പോയിട്ട് എന്താ പറയാ, ഈ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യും. യൂട്യൂബിൽ ഇതിനനുസരിച്ച് ഒരു ഡിസ്ക്ലെയിം ഇല്ലെന്ന് മാത്രമല്ല, ഭയങ്കരമായ രീതിയിലുള്ള നെഗറ്റീവുകളാണ് അവിടെ പലപ്പോഴും ഉണ്ടാവുക. നമുക്കറിയാം, സാധാരണ നെഗറ്റീവുകൾക്ക് കൂടുതൽ പ്രചാരം കിട്ടും, അത് അവരുടെ യൂട്യൂബർമാരുടെ ഒരു ഇതാണ്. പക്ഷെ അതിൽ പോയിട്ട് ആളുകൾ കുടുങ്ങുകയാണ്. എന്നിട്ട് അതിന് നല്ല രീതിയിൽ പ്രചരിപ്പിക്കാവുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായം, നമ്മൾ കൂടുതൽ ഡിസ്ക്ലെയിമുകൾ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ പോലും ആ മാധ്യമത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ആളുകളിലേക്ക് ഇതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച്, പലരും പല ആളുകളുടെയും ബന്ധം വെച്ചിട്ടായിരിക്കും ഇതെടുക്കുക. പ്രോപ്പറായിട്ട് അവരുടെയൊക്കെ ഉള്ളിൽ മോഡേൺ മെഡിക്കലും സയൻസും ഇത്രയും അഡ്വാൻസ് ആയ കാലത്ത് ഇങ്ങനെ ഒരു രീതിയിലൂടെ മാറ്റം വരിക എന്നുള്ള സംശയം പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് വളരെ ശക്തിയുക്തം പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് കുറെ ഡിസ്ക്ലെയിമുകൾ നമ്മൾ തന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ, അതല്ലാതെ നമുക്കിപ്പം സയന്റിഫിക് ആയിട്ട് തെളിവ് കൊടുക്കാൻ സാധാരണക്കാർക്ക് പറ്റത്തില്ലല്ലോ. എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ പങ്കുവച്ചത്. പലരും വിഷയം അവിടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല്, ജേക്കബ് സാറ്, ഈവൺ നമ്മള് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാര് അവര് ഒരു എന്താ പറയേണ്ടത്, ഒരു നിലവിലത്തെ പ്രസന്റ് സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ യഥാർത്ഥ സമയത്തെ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ ഒറ്റൊരു എക്സാമ്പിൾ പറയാം, എന്തുകൊണ്ടാണ് എങ്ങനെ, ഇത് ഞാൻ തന്നെ പറഞ്ഞു തരേണ്ടത് കുറച്ച് കഷ്ടമാണ്,
അതായത് എന്തുകൊണ്ടാണ് ചില രോഗികളെ ഡോക്ടർ അവസാനം പറയും ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക മാത്രമേ പറ്റുള്ളൂ, അത്രേ വഴിയുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഓക്കെ, എല്ലാ അസുഖവും ചികിത്സിച്ച് മാറ്റാനായിട്ട് കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്? പറയുന്ന പോലെ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങളും ചികിത്സിക്കാൻ മാത്രം പ്രാപ്തമാണോ എന്ന് നിങ്ങൾ മാഗ്നറ്റിസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, നിങ്ങൾ ഈ പറയുന്ന അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഹോമിയോ ഏത് ചികിത്സാ രീതി ആണെങ്കിലും എല്ലാവർക്കും ഡീമെറിറ്റ്സ് ഉണ്ട്. പക്ഷേ ആ ഒരു ഡീമെറിറ്റ്സ് കൂടുതലായിട്ട് നമുക്ക് ഇടയിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള എല്ലാത്തിനും സ്റ്റഡീസും റിസർച്ച് പേപ്പേഴ്സും എടുത്തു കാണിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് പേപ്പേഴ്സും റിസർച്ചസും കുറവാണ്. ഇതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അപ്പൊ ഇതിനി ഭാവിയിൽ ഇംപ്രൂവ് ആയിട്ട് കൂടുതൽ ഡെവലപ്പായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ ഇവരോട് നമ്മൾ ഇങ്ങനെ എതിർക്കുന്നവരോട് നമുക്ക് കറക്റ്റ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ ചില ആൾക്കാര് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം ആൾക്കാർ തൽക്കാലം പറഞ്ഞു നടക്കട്ടെ, ബാക്കിയുള്ളവര് കാര്യങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് വിചാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മൾ തൽക്കാലം തള്ളിക്കളയുക, അത്രേ പറ്റുള്ളൂ. ഓക്കെ സാർ, ഇത് നമ്മൾ ഫീൽഡിൽ നേരിടുന്ന ഒരു വിഷയമാണ് ഞാനിപ്പോ ഇവിടെ സൂചിപ്പിച്ചത്. മെയിൻ വിഷയമാണ്, ശരിയാണ്, മനസ്സിലായി. ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഫീൽഡിൽ എന്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്ന് വളരെ നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് നടക്കുന്നത് മുഖത്ത് നോക്കി പറയും. അല്ല പക്ഷെ അല്ല അത്രേ ഉള്ളൂ. കാര്യം വെച്ചാൽ നമുക്ക് ഞാനീ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വേറെ മറ്റു പല കാര്യങ്ങളിലേക്കും കടക്കാതെ വളരെ പോയിന്റഡ് ആയിട്ട് ഇത് സയന്റിഫിക് ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം അതിലേക്ക് ഞാൻ ഒതുക്കി നിർത്താനുള്ള കാരണം അതാണ്, മനസ്സിലായില്ലേ? ഇന്നിപ്പോ ഞാൻ എന്റെ എടുത്തിരിക്കുന്ന സ്ലൈഡ്സ് മുഴുവൻ ആ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യം ഇതാണ്. ഓക്കെ സാർ, ഇത്ര ആധികാരികമായിട്ട് നമുക്ക് ഒരു ക്ലാസ് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. താങ്ക് യു സാർ. ഹലോ സാർ, സുമേഷ് സാർ, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബ്ലഡിന് എന്തെങ്കിലും കണ്ടന്റിന്റെ കുറവോ കൂടുതലോ ഉള്ള ആളുകൾക്ക് എഫക്റ്റ് ആവാത്ത ആളുകളുണ്ടോ? അങ്ങനെ ഒരു ഡോക്ടർ സാഗതേഷ് സാറ് കേരളത്തിൽ വന്ന സമയത്ത് ഇത് 80% ചുരുക്കം ചില 20% താഴെ ആളുകൾക്ക് ഈ ബോഡിയിൽ ഫീൽ ആവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മളിപ്പോ ബ്ലഡില് കുറവ് കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള കേസുകളുള്ള പലതും ഉണ്ട്. അതെന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഒന്നും ഇത് ഫീൽ ആവുന്നില്ല എന്നുള്ളത് പറയുന്നു. അത് ചിലപ്പോ നമ്മള് ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നമുക്ക് അത്ര വേണ്ടത്ര രീതിയിൽ എഫക്ട് ആവുന്നില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടാവും. കാര്യം നമ്മുടെ ശരീരത്തില് ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യ ശരീരത്തിലുള്ള അയണും പുറമേ കാണുന്ന അയണും രണ്ടാണ്. ആ രൂപത്തിലല്ല നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത്. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഈ ഫെറിറ്റിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ചിലപ്പോൾ വേണ്ടത്ര രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പണ്ട് നമ്മൾ നിങ്ങൾക്ക് രക്തക്കുറവുണ്ടെന്ന് പറയാറുള്ളൂ, പക്ഷെ ഇപ്പൊ അതിനെ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അയൺ ഡെഫിഷ്യൻസി ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം നിലവിലുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് അതിന്റെ ട്രീറ്റ്മെന്റും ചെയ്യുക. ഓക്കെ, അപ്പൊ നിലവില് ആ ബ്ലഡിൽ എന്തെങ്കിലും ഇപ്പൊ ഏതെങ്കിലും രോഗമായിട്ട് സ്പെസിഫിക് ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് നമ്മൾ കൂടുതൽ സജഷൻ ചെയ്യണ്ട എന്നുള്ളത് ഏതെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ അങ്ങനെയില്ല. ചില കണ്ടീഷൻസിൽ ഇപ്പൊ ഞാൻ തന്നെ എന്റെ അടുത്ത് തന്നെ നമ്മുടെ പല ആൾക്കാരും നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ഇന്നാണ് അസുഖം അല്ലെ ഇന്നാണ് പ്രശ്നം, അതുകൊണ്ട് ഇവർക്ക് നമ്മൾ ഇത് കൊടുത്തോട്ടെ എന്നുള്ളത്. സ്പെസിഫിക് കണ്ടീഷൻ നമുക്കറിയാം. അതായത് ഇംപ്ലാന്റ്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസോ ശരീരത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റ് പറ്റില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, സോറി, ഇംപ്ലാന്റ് എന്ന് പറയുന്നത് പേസ് മേക്കർ. ഓക്കെ, പേസ് മേക്കർ, ഇൻസുലിൻ പമ്പ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ സാധനം പറ്റില്ല. ഓക്കെ, അല്ലാതെ പിന്നെ അസുഖങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോ നമ്മുടെ കുഴപ്പം എവിടെയാന്ന് വെച്ചാല് ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മള് സയന്റിഫിക്കലി ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാല് വളരെ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ കിട്ടുന്നതിനെ കൊണ്ട് തെറ്റില്ല. ഓക്കെ, നമ്മളിപ്പം നിങ്ങൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ പറയാണ്
ഒരു 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കൊണ്ട് അയാൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ 3 മാസം എന്ന് പറഞ്ഞിട്ട് 6 മാസം ആയി കഴിഞ്ഞാൽ എന്താവും? അത് പ്രശ്നമാവും. ഓക്കെ, അവര് നമ്മുടെ തലയിൽ കയറാനായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എഫക്ട് എപ്പോഴും നമ്മൾ പറയുന്നത് വെച്ചാല് ഇതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല, ഒരു സ്ലോ റിസൾട്ട് ആണ്. ഓക്കെ, ഡിപ്പെൻഡ് ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതിക്കനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കണ്ട എന്ന് പറയുന്നത് വളരെ ചെറിയ കണ്ടീഷൻ, ചിലപ്പോൾ വളരെ, കാരണം ക്രോണിക് അവസ്ഥയായിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്നത് നമുക്ക് ഒരു തരത്തിലും നമ്മൾ മാറ്റാൻ പറ്റാത്ത കുറെ കണ്ടീഷൻ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോബ്ലംസ്, കുറെ പ്രശ്നങ്ങൾ, ഒന്നിനോട് യോജിക്കാത്ത പ്രശ്നങ്ങൾ, ഇത്തരം കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ പ്രോഡക്റ്റ് നിങ്ങൾ തൽക്കാലം റെഫർ ചെയ്യേണ്ട എന്ന് ഞാൻ പറയാറുള്ളൂ. ഓക്കെ, കാര്യം ഇത് ഇങ്ങനെ ഒരു സാധനം ആയതുകൊണ്ട് കൊടുത്ത് നമ്മുടെ കുഴപ്പം എവിടെയാണ്? കൊടുത്ത് ഒരാൾക്ക് റിസൾട്ട് കിട്ടിയാൽ അയാള് ആരോടും പറയില്ല. പക്ഷെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 100 ആളോട് അയാൾ പറയും. ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അല്ലാതെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ 2 കണ്ടീഷൻസിൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റാതുള്ളൂ. ബാക്കി ആർക്ക് വേണമെങ്കിലും ഈ സാധനം ഉപയോഗിക്കാം. ഏറ്റവും എന്താ പറയേണ്ടത്, ഇതായിട്ട് നമ്മൾ വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ പോലും നമ്മളിപ്പോ അതിനകത്തേക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ഒരുപാട് KBC പല റിസൾട്ടുകളും പല പ്രായത്തിലുള്ള കുട്ടികളും വന്ന് പറഞ്ഞിട്ടില്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സാർ. എറണാകുളത്ത് നിന്നാണ് ഗീത സുരേഷ്. ഞാൻ ചോദിക്കാനിരുന്ന 2-3 ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടി. എങ്കിൽ കൂടി സാറ് പറഞ്ഞ മാതിരി കൊടുക്കുന്നവരൊക്കെ പെട്ടെന്ന് പറയും ഓക്കെ, ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരു 3-4 മാസം കഴിയുമ്പോൾ അവര് പറയും വീണ്ടും അത് എനിക്ക് ചെറുതായിട്ട് വന്നു തുടങ്ങിയെന്ന്. അപ്പൊ ഇപ്പൊ സാറ് തന്നെ മറുപടി പറഞ്ഞു അവര് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ വരണേന്ന്. ഇത് കുറെ നാൾ ഷുഗർ പേഷ്യന്റിനാണ് കൂടുതലും ഞാൻ ഇത് കണ്ടുവരുന്നത്. കുറെ നാൾ ഷുഗർ ആയിരുന്നവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ മാഗ്നറ്റിൽ കിടന്ന് ഉറങ്ങുകയും ആ വെള്ളം നന്നായി കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറവ് വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും പറയും ആ പിരിവിരിക്കൽ വന്നു, പോച്ചിൽ വന്നു, അതെന്താടോ എന്നങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ സംശയം ഞാൻ ചോദിക്കാതിരുന്നപ്പോ ഇവിടെ ഇപ്പൊ സാറ് പറഞ്ഞു അത് അവര് മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് വീണ്ടും അവർക്കത് വരുന്നതെന്ന്. ഇത് ചില ആൾക്കാർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാല്, ഈ ഷുഗർ, ഗീത പറഞ്ഞ പോലെ ഷുഗറിന്റെ കേസിൽ എപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ ആൾക്കാരുടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഷുഗർ ഒന്ന് കുറഞ്ഞു, ഈവൻ മരുന്ന് കഴിക്കുമ്പോ ആണെങ്കിലും ഷുഗർ നന്നായിട്ട് കുറഞ്ഞു, 300-400 ഉള്ള ആൾക്കാർ 150-200 എത്തിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഈ സാധനം ഇനി തിരിച്ചു വരില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവരുടെ ആ ഭക്ഷണ രീതിയും ആ ലൈഫ് സ്റ്റൈലും അവരങ്ങോട്ട് മാറ്റും. അത് കംപ്ലീറ്റ്ലി അൺകൺട്രോൾഡ് ആയി പിന്നെ വീണ്ടും പഴയതുപോലെ മധുരമൊക്കെ വാരി വെച്ച് കഴിച്ച് ഭക്ഷണ രീതിയൊക്കെ മാറ്റി, ഉറങ്ങുന്നതിന്റെ രീതി മാറ്റി, എക്സസൈസ് നിർത്തിയൊക്കെ വരുമ്പോൾ എന്താവും? ഇത് വീണ്ടും പഴയതിലേക്ക് വരും. ആ കാര്യം ആരും തന്നെ സാധാരണ മിണ്ടാറില്ല. ഉടൻ തന്നെ ചാടി കയറി നിങ്ങളുടെ പ്രോഡക്റ്റ് ശരിയില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അതെ അതെ അതെ, അതാണ് എനിക്ക് ചോദിക്കുന്നത്. യെസ്, അപ്പൊ അത്തരം ആൾക്കാരോട് നമ്മൾ കൃത്യമായിട്ട് അവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ആദ്യം എങ്ങനെയാണ് ഉപയോഗിച്ചത്, ഇപ്പോഴെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോരുത്തരായിട്ട് പതുക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ കുറച്ച് തിരിച്ചും കുറച്ച് തല ഇത്തിരി ഒന്ന് ചൊറിഞ്ഞും ഒക്കെ ആൻസർ പറയും. ഞാനിപ്പോ കുറച്ചൊക്കെ മധുരമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കഴിഞ്ഞു. അത് സത്യമാണ്, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അവര് കറക്റ്റ് ആയിട്ട് ശരിയാണ് പറഞ്ഞ എന്ന്. അപ്പൊ എന്നാലും എന്റെ ഒരു സംശയം ഞാൻ സാറിനോട് ചോദിച്ചതാണ്, അങ്ങനെ വരുമോ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ തങ്കലിപിയിൽ എഴുതി വെക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രസ് ഇടുന്നുണ്ടോ നമ്മൾ മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചിരിക്കണം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നമ്മൾ മാഗ്നറ്റിക് പ്രോഡക്റ്റ്, രണ്ടും ഈക്വൽ ആണ്. രണ്ടിനും ഒരേ പ്രാധാന്യം നൽകിയിട്ട് ഈ സാധനം ഉപയോഗിക്കുക. ഇത്രയേ വേണ്ടൂ. താങ്ക് യു സാർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഡോക്ടർ ഷാജിയാണേ. രണ്ട് ചോദ്യം കൂടിയാണ്. 2 ചോദ്യം പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മള് ഫീൽഡിൽ പോകുന്ന സമയത്ത് ചില ആളുകൾ, അത് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരും പിന്നെ ഡോക്ടേഴ്സ്, ഞാൻ കുറെ ഡോക്ടേഴ്സിനൊക്കെ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവർ ഇത് മെഡിസിൻ ആണോ അല്ല മെഡിസിൻ അല്ലെങ്കിലും മെഡിക്കൽ ജേർണലിൽ ഓൾറെഡി ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മെഡിസിൻ അല്ലല്ലോ, ഇൻടേക്ക് മെഡിസിൻ അല്ലല്ലോ, അതുകൊണ്ട് ഇത് മെഡിക്കൽ ജേർണലിൽ വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല, ഇതൊരു തെറാപ്പിയാണ്, നാച്ചുറൽ തെറാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്.
പക്ഷെ എന്നിരുന്നാൽ പോലും അവര് കൺവിൻസ് ആവുന്നില്ല. അത് അവരെങ്ങനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും സർ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരാൾ മെഡിക്കൽ ജേർണലിലൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ജേണൽ ചോദിക്കുന്ന ആൾക്കാർക്ക് ഷാജിക്ക് ഞാനൊരു 10 ജേണൽ ഞാൻ അയച്ചുതരാം, അത് അവർക്ക് കൊടുത്തേക്ക്. താങ്ക് യു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടും സർ. കാരണം ഞങ്ങൾ 10 ജേണൽ ഞാൻ അയച്ചുതരാം. അപ്പൊ ജേണലിന്റെ പ്രശ്നം തീർന്നില്ലേ? ഓക്കെ. അടുത്തെന്താ? രണ്ടാമത്തെ കാര്യം സർ, ഉപ്പൂറ്റി വേദന. ഈ ഉപ്പൂറ്റി വേദനയുടെ റൂട്ട് കോഴ്സ് എന്താണ് സർ? അത് ബ്ലഡ് സർക്കുലേഷൻ ആയിട്ട് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഉപ്പൂറ്റി വേദനയുടെ കോസ് എന്ന് പറയുന്നത് 3 കാരണങ്ങളാണ്. ഉപ്പൂറ്റി വേദന 3 4 കാരണങ്ങളാണ് ഉപ്പൂറ്റി വേദനയുടെ കാരണം, മീൻസ് കോസ് എന്ന് പറയുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ കൽക്കേനിയൽ സ്പർ എന്ന് പറയും. അതായത് നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി ഭാഗത്തെ എല്ലിനകത്തുനിന്ന് ഒന്നുകിൽ മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് നമ്മൾ എല്ല് വളർച്ച എന്നാണ് സ്വാഭാവികമായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ അതൊരു കാൽഷ്യം ഡിപ്പോസിറ്റ് ആണ്. അത് ഒരു മുള്ളിന്റെ രൂപത്തിലാണ് സാധാരണ ഉണ്ടാവുക. അപ്പൊ ഇത് ഇങ്ങനെ ഈ രീതിയിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കാല് നിലത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ കാലിലേക്ക് തുളച്ച് കയറുകയും അസഹ്യമായ വേദന ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഇത്തിരി ഒരു 2-3 സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ നടക്കുമ്പോൾ ഇത് പതുക്കെ കുറയും. ഇതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തത് നമ്മള് ബേഴ്സൈറ്റീസ് എന്ന് പറയും. അതായത് ഈ ഉപ്പൂറ്റിയുടെ തൊട്ടുമേലെ നമ്മുടെ കാലിനെ മുന്നോട്ടും പിന്നോട്ടും വലിക്കുന്ന ടെൻഡോ അക്റ്റിലിസ് എന്ന് പറയുന്ന ഒരു ടെൻഡൻ ഉണ്ട്. ഈ ടെൻഡനും ഈ കൽക്കേനിയൽ ബോണും തമ്മിൽ ജോയിന്റ് ആവുന്ന സ്ഥലത്ത് ഒരു ബേഴ്സ, അതായത് ഒരു എന്താ പറയാ, നമ്മൾ കുമിളന്നോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പൊങ്ങല് വരും. ഇത് ഈ ടെൻഡനിലേക്ക് പ്രസ് ആയിട്ട് വേദന വരാം. ഇതാണ് ബേഴ്സൈറ്റീസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മള് പിന്നെ പ്ലാന്റാർ ഫേഷ്യേറ്റീസ്, അതായത് കാലിനടിയില് തൊലിക്കകത്ത് വരുന്ന ഒരു നീർക്കെട്ട്. ഓക്കെ. പിന്നൊന്ന് നമ്മള് കാർപ്പൽ ടണൽ സിൻഡ്രോം, അതായത് കൈക്ക് ചിലപ്പോ നമ്മള് തരിപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങള്. അതേപോലെ തന്നെ കാലിലേക്ക് നമ്മൾ ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. ഓക്കെ. അതായത് കാലിന്റെ അടിഭാഗത്തുള്ള ചില നെർവുകൾ ബ്ലോക്ക് ആവുന്നത് കൊണ്ട് കാലിന്റെ അടിഭാഗത്ത്, അത് ഉപ്പൂറ്റിയിൽ മാത്രം ആവണമെന്നില്ല, ടോട്ടലി ഉള്ള വേദനയും കാര്യങ്ങളും ഒക്കെ വരാം. ഇങ്ങനെ 4 രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സാധാരണ ഉപ്പൂറ്റി വേദനയുടെ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കൽക്കേനിയൽ സ്പർ ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി മറ്റ് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണ് റീസൺ എന്നുള്ളത്, മെയിൻലി നമ്മളിപ്പോ ഒരു ഉപ്പൂറ്റി വേദനയായിട്ട് വരുന്ന ഒരാൾക്കാരെ നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്റേ ആണ് എടുപ്പിക്കുക. ഓക്കെ. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക 90% കേസുകളും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ചില സിംറ്റംസ് മാറുന്നതിനനുസരിച്ച് സിംറ്റംസ് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഫേഷ്യേറ്റീസ് ആണോ, അല്ല ഈ പറയുന്ന ബേഴ്സൈറ്റീസ് ആണോ, അല്ലെങ്കിൽ ബേഴ്സൈറ്റീസ് മീൻസ് ടെൻഡനൈറ്റീസ്. ഈ ടെൻഡനൈറ്റീസ് ബേഴ്സൈറ്റീസ് നമ്മൾ പറയും. ഇതാണോ എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഈ ടെൻഡനൈറ്റീസ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാര്യം ആ കാലിന്റെ മടമ്പിന്റെ തൊട്ടുമേലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബൾജ് ഉണ്ടാവും, ചെറിയൊരു പൊങ്ങല് പോലെ. അത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ. പറ ആകുമ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കണം. ഇതാണ് ഉപ്പൂറ്റി വേദനയുടെ കാരണങ്ങൾ. സർ, നമുക്ക് ഉപ്പൂറ്റി വേദനയിൽ നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് അത് എത്ര നാള് ചില ആൾക്കാർ ഉപയോഗിക്കാം. സാധാരണ ഇപ്പൊ ഞാനൊക്കെ ഈ ഉപ്പൂറ്റി വേദന ഇഷ്ടംപോലെ കാണുന്ന കേസാണ്. ഞാൻ ഇനീഷ്യലി നോർമലി ഇതിന് മെഡിസിൻ കൊടുക്കാറില്ല. മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് ആണ് കൊടുക്കേണ്ടത്. അതിനോട് വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ നിങ്ങൾ ഓർത്തോക്കാരടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇഞ്ചക്ഷൻസ് ഒക്കെ ചെയ്യും. അതും ടൈം ബേസ്ഡ് ആണ്. ഞാനൊരു മിനിമം 3 മാസമാണ് സാധാരണ വരുന്ന ആൾക്കാരോട് പറയാറ്. ഓക്കെ. ഒരു 3 മാസം വരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് രാത്രിയിൽ ഈ വേദനയുടെ ഭാഗത്ത് കെട്ടിവെച്ച് കിടക്കുന്നതൊക്കെ വളരെ നല്ലതാ, കുഴപ്പമൊന്നുമില്ല. മിനിമം ഒരു 3 മാസമെങ്കിലും ഉപയോഗിക്കണം. ഓക്കെ. നമ്മുടെ ആ വലിയ റിസ്റ്റ് ബാൻഡ് വലുതില്ലേ, പാഡ്, അത് അവിടെ വെച്ച് കെട്ടി കിടന്നു കഴിഞ്ഞാൽ വേദനക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സംശയങ്ങളൊക്കെ കുറെയൊക്കെ ദൂരീകരിച്ചിട്ടുണ്ടാകുന്ന സമയം 7:10. ഓക്കെ, ഇനി ക്ലോസ് ചെയ്യല്ലേ സാറേ? ഓക്കെ. വേറെ കൂടുതൽ ചോദ്യം അതിനിടയിൽ ഷാജിക്ക് ശേഷം ആരോ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചിരുന്നു. പുള്ളിക്കൂടെ എന്തെങ്കിലും ചോദിക്കാണ്ടായി ചോദിച്ചു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ടു. കാരണം ഡോക്ടർ നമുക്ക് കിട്ടൂല. ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നത് സാറ്. സാർ ഒന്ന് ചോദിച്ചോട്ടെ, ഭാസ്കര മാഷ്.
ഹലോ കേൾക്കാം സാറേ, പറഞ്ഞോളൂ. ഹലോ. ഈ നമ്മള് പലപ്പോഴും ഈ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഇതിനെപ്പറ്റി ഉള്ള ധാരണകള് ഇല്ലെന്ന് തന്നെ പറയാം. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ആധികാരികതയോടെ അവര് എടുക്കുന്നില്ല ചില കാര്യങ്ങള്. അതുകൊണ്ടുള്ള ഡിഫക്റ്റ് നമ്മൾ അതിന്റെ ഫോളോ അപ്പ് കൊണ്ട് പരിഹരിച്ചിട്ട് പോലും ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും അധികം ബാധിക്കുന്നത് വാട്ടറിന്റെ ഇതാണ്. വാട്ടർ ആളുകളെല്ലാം ശീലിച്ചാൽ ജീവിതത്തിലേ കഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പറയുമ്പോൾ അവരത് ആധികാരികമായിട്ട് എടുക്കുന്നില്ല. കാരണം അവർക്ക് ഇവിടുന്ന് ഒരു സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ നിന്നോ അത് ഇതുവരെ കിട്ടുന്നില്ല, പബ്ലിക്കിൽ നിന്നൊന്നും കിട്ടുന്നില്ല. നമ്മൾ പറയുന്ന ഇത്ര വെള്ളം കുടിക്കണം, ആ വെള്ളം കുടിച്ചേ ശരിയാവൂ. അപ്പോഴ് അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അതിന് ബോധവൽക്കരണം കൊടുക്കേണ്ടത് മനസ്സിലാകാണ്ടിരിക്കാണ്. ചിലര് കഴിക്കാതെ വെള്ളം കൊടുത്ത് വെള്ളം കുടിക്കണം നിങ്ങൾ കൊടുക്കുന്ന പോരാ എന്നൊക്കെ പറഞ്ഞിട്ടും അവര് കുടിക്കാതിരുന്നിട്ട് മരിച്ചുപോയ സംഗതികൾ പോലും ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടുകാരൻ പറഞ്ഞു അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ അതെങ്ങനെ പരിഹരിക്കും? ഇത്ര വെള്ളം വേണം ഒരു മനുഷ്യൻ, ഇത്ര ഗ്ലാസ് വേണം എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന അവർക്ക് ആധികാരികമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് എന്റെ ഗവേഷണ വിഷയമാണ്. ശരി, സാർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതായത് ഇനിയിപ്പോ ഞാനൊക്കെ എന്റെ മനസ്സിലൊക്കെ ഒരു ചിന്ത പോകുന്നത്, ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഒരു ആധികാരികമായ ഒരു മുഖത്തു നിന്നും ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് ജനങ്ങളുടെ മനസ്സിലേക്കോ അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ വ്യക്തമാവുന്നത്. അപ്പോ ഇനി ഭാവിയിൽ നമുക്ക് മാഗ്നറ്റിക് ക്ലിനിക്സ് ഈ പറയുന്ന പോലെ നമുക്ക് ഇന്നിപ്പം എല്ലാ ചികിത്സാ രീതികൾക്കും ക്ലിനിക്കുകളുണ്ട്. ഇപ്പൊ ആയുർവേദ ആവട്ടെ, അലോപ്പതി ആവട്ടെ, നാച്ചുറോപ്പതി ആവട്ടെ, ഫങ്ഷണൽ മെഡിസിൻ ആവട്ടെ, യോഗ ആവട്ടെ, എന്തോ ആവട്ടെ. ഇനി ഭാവിയിൽ ഈ മാഗ്നറ്റിക് തെറാപ്പി ക്ലിനിക്കുകള് കുറച്ചുകൂടെ ഇതായിട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. കാര്യം ഇനി അതിന്റെ ഒരു സാധ്യതയെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഈവൻ ഗവൺമെന്റ് ഒക്കെ അപ്രൂവ് ചെയ്ത അവസ്ഥയിൽ ഡെഫിനറ്റ് ആയിട്ട് മാഗ്നറ്റിക് തെറാപ്പി ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതെനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കമ്പനിക്ക് പോലെയുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ഒരു പ്രപ്പോസലൊക്കെ കൊടുത്ത് അതിന്റെ എന്തെങ്കിലും നിയമവശങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് ഇത്തരം ക്ലിനിക്കുകൾ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നൊന്ന്, നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവയർനെസ് ക്ലാസ്സുകൾക്ക് ഒരു പരിധിയുണ്ട്. കാര്യം കുറച്ച് ആൾക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു സംഭവമല്ല. പിന്നെ മാനസികമായിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. ഇൻഡിവിജ്വലി വേണമെങ്കിൽ ഞാൻ നേരത്തെ സുബിന്റെ അടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ ഷാജിയുടെ അടുത്ത് പറഞ്ഞ പോലെ നമുക്ക് തെളിവുകൾ ഒരുപാട് തരാനായിട്ട് കഴിയും. ജേണലുകളാവട്ടെ അല്ലെങ്കിൽ സ്റ്റഡി റിപ്പോർട്ട്സുകളാവട്ടെ, അതൊക്കെ നമുക്ക് കൊടുക്കാം. അത്തരം കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ജേണലുകളോ അതുപോലെയുള്ള മറ്റുള്ള സ്റ്റഡീസുകളുടെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഇത്ര ആൾക്കാർക്ക് കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡീസ് കൂടുതലായിട്ട് വരണം. നിലവിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആധികാരികത ചോദിക്കുന്നവർക്ക് നമുക്ക് ഇതുപോലുള്ള പേപ്പേഴ്സോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അത്രേ നമുക്ക് പറ്റുള്ളൂ. അക്കാര്യത്തില് ഞാനൊരു കാര്യം ഞാൻ പറയാം. ഒരു 100% ക്ലിനിക്ക് അല്ലെങ്കിൽ കൂടി നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മാറ്റമാവട്ടെ, നെഗറ്റീവ് ആവട്ടെ, പോസിറ്റീവ് ആവട്ടെ, പക്ഷെ അത് പബ്ലിക്കായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സംരംഭം അടുത്ത ഒരു 2 മാസത്തിനകത്ത് ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100%. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. അതിന് എല്ലാവിധ സപ്പോർട്ടും. കാരണം നമുക്ക് തന്നെ പല രോഗം മാറാത്തവരോട് പറയാലോ, ഇങ്ങനെ ഒരു പുതിയ ഒരു ചികിത്സ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കൂ. പല രീതിയിലുള്ള ഒരു 2 മാസത്തിനകത്ത് അത്തരം ഒരു സാധനം നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. സാറേ, എന്റെ പേര് ഗിരിജ. സാറേ, ഈ കൗണ്ട് കാരണം കൊണ്ട് നമുക്ക് ഹ്യൂമൻ ബോഡി കൗണ്ട് കൂടുന്നത്, എന്തെങ്കിലും പേഷ്യന്റ് എനിക്ക് കൗണ്ട് കൂടുതൽ, എനിക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആ പേഷ്യന്റ് ഏത് പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റുകളിൽ ഏതാ നമ്മൾ കൊടുക്കേണ്ടത്, റെഫർ ചെയ്യേണ്ടവർക്ക്? ഈ കൗണ്ട് കൂടുതൽ ഏത് കൗണ്ടാണ് കൂടുതൽ എന്നുള്ള കാര്യം നമ്മൾ അവരെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. അവരുടെ ബ്ലഡ് റിസൾട്ടിനെ കുറിച്ച് ഒന്ന് പഠിക്കണം. എന്ത് കൗണ്ടാണ് കൂടുതലെന്ന്.
കൗണ്ട് പല അപ്പൊ രീതിയിലാണ്. അവര് എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് പിന്നെ എനിക്ക് വേണം. അവർക്ക് പിന്നെ 2 ദിവസം വയറ് കൂടുതലാന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒക്കെ കൊടുക്കുന്നത് സജസ്റ്റ് ചെയ്യാവോ ഡോക്ടർ? അതെ, അവരുടെ അസുഖം എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം. ഓക്കെ, ഫോണിൽ കൂടെ ആണ് ഡോക്ടർ, ഡയറക്റ്റ് അല്ല. അവര് ഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അവരുടെ ബ്ലഡ് റിസൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കൗണ്ട് കൂടുതൽ എന്ന് പറയുന്നതിന്റെ റിസൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കും. നമുക്കത് റെഫർ ചെയ്തിട്ട് നമുക്ക് സാധാരണ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. എന്നാൽ കൂടെ നമുക്കൊന്ന് ആധികാരികമായി മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ, ഹലോ സുബേഷ് ഡോക്ടർ. യെസ് പറയൂ. സാറേ, കീമോ ചെയ്യുന്നതിനെ പറ്റി അതിന്റെ അത് ഡീറ്റെയിൽസ് എങ്ങനെയാന്ന് വെച്ചാല്, കീമോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ഒരു പേഷ്യന്റിന് ഇത് എത്രമാത്രം ഉപകാരപ്പെടും എന്നതാണ് ഒരു എന്റെ സ്ലൈഡ് അജിത്ത് കണ്ടിട്ടില്ല. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ക്യാൻസർ ട്രീറ്റ്മെന്റിൽ മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിക്കാം. പിന്നെ അതിന്റെ 100% കീമോ ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. മോർ പവറും ഈ അൾട്രാബറിയും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോ അതുകൊണ്ട് മോർ പവറും അൾട്രാബറിയും ഒരുമിച്ച് ഉപയോഗിക്കരുത്. കാരണം രണ്ടിലും അത്രയും സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് ലോഡ് ചെയ്യരുത്. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അതേപോലെ ഈ ഫങ്ഷണൽ മെഡിസിന്റെ ഒരു ഡെഫിനിഷൻ ലളിതമായിട്ട് ഒന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? എന്താണ് ഈ വാട്ട് ഈസ് ഫങ്ഷണൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ രോഗങ്ങളുടെ റൂട്ട്, അതായത് യഥാർത്ഥ വേര് കണ്ടെത്തി, അതായത് അതിനൊരു പ്രോസസ് ഉണ്ട്. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ഒരു 40 മിനിറ്റ് ടോക്കാണ് അതിന്റെ ആദ്യത്തെ ഒരു ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ നമ്മുടെ രോഗം ആരംഭിച്ച പ്രായം, അത് നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭക്ഷണ രീതി, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളെയും അനലൈസ് ചെയ്തിട്ട് നമ്മുടെ രോഗത്തിന്റെ മൂല കാരണം കണ്ടുപിടിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത്. അതിനകത്ത് മരുന്നില്ല, പകരം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും അതുപോലെ തന്നെ സപ്ലിമെന്റ്സ്, ഇത്തരം കാര്യങ്ങളാണ് ആക്ച്വലി അതിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ, എന്റെ പേര് സുധ എന്നാണ്, കരുനാഗപ്പള്ളി സുധയാണ്. നേരത്തെ ഒരു സോറിയാസിന് പ്രോഡക്റ്റ് കൊടുക്കാൻ നിൽക്കുന്ന ഒരു മാഡത്തിന്റെ സംസാരം ഞാൻ കേട്ടത് കൊണ്ട് അവരോട് പറയുന്നതായിട്ടാണ്. ഞങ്ങളൊരു 3 പേർക്ക് സോറിയാസിന് റിസൾട്ട് എടുത്ത ആൾക്കാരാണ്. അതായത് ആ മാഡത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. നമ്മൾ പ്രോഡക്റ്റ് കാര്യം കൂടെ പറയണം. അവര് കുളിച്ചതിന് ശേഷം നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഒഴിച്ച് ദേഹത്തേക്ക് ഒഴിച്ചു വിടാൻ പറയണം. എന്നിട്ട് അത് ഡ്രൈ അയക്കണം, ആ ശരീരത്ത് തന്നെ നിർത്തി ഡ്രൈ അയക്കുക. അതിനുശേഷം മാത്രം അവര് തുടക്കരുതെന്ന് പറയണം. അതായത് കുളിച്ചതിന് ശേഷം നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ 2 ബോട്ടിൽ എടുത്തിട്ട് അത് അവരുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു വിടാൻ പറയണം. അത് ആ ശരീരത്തിൽ നിന്ന് തന്നെ ഡ്രൈ ആകും. അങ്ങനെ റിസൾട്ട് എടുക്കാൻ പറ്റും. ആ മാഡത്തിനോട് ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ കയറിയത്. 3 പേര് മാഡം കേൾക്കുന്നുണ്ട്, ശോഭന മാഡം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് റിസൾട്ട് ഞങ്ങൾ 3 പേർക്ക് എടുത്തതാണ്. നമ്മുടെ KBCയുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് റെഫർ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഡോക്ടർ, ഒരു ഡൗട്ടാണ് സാർ. ഒരു പേഷ്യന്റ് അടുത്ത് പോയപ്പോ അവർക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വലത് കാലിന് നീര് വന്നിട്ട് കാലിന്റെ അടിഭാഗത്ത് നമുക്കൊരു വളവുണ്ടല്ലോ, കാലിന്റെ അടിയിൽ ആ വളവില്ല, അത് പാരലായി പോയി. പിന്നെ കാലൊരു ഒരു വശത്തേക്ക് കുറച്ച് ചെരിവ് പോലെയുണ്ട് കാല് നേരെ വെച്ച് നടക്കുമ്പോഴൊക്കെ. അപ്പൊ അവർക്ക് നടക്കുമ്പോൾ ബാലൻസ് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പം പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് അത്ര റിക്കവർ ആയി. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പോയിരുന്നു, പക്ഷെ അവർക്കത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീര് കുറയും, പിന്നെ നടന്നു തുടങ്ങുമ്പോൾ നീര് കൂടും. മനസ്സിലായി. നമ്മള് ഇതൊരു എന്താ പറയുക, അസുഖം എന്ന് പറയുന്നത് ഇതൊരു മെക്കാനിക്കൽ ഡിഫോൾട്ട് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ ആ ആർച്ച് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു ശരീരത്തിന്റെ രൂപത്തിൽ വരുന്ന, അല്ലെങ്കിൽ അതിന്റെ ആ പ്രോപ്പർ ഒരു മെക്കാനിക്കൽ രീതി, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള രൂപവും ഭാവവും വേണം. അപ്പൊ അതില്ലാതായത് കൊണ്ട് വന്നിരിക്കുന്ന അസുഖമാണ്. അപ്പൊ
പ്രോഡക്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനൊരു മെക്കാനിക്കൽ കറക്ഷൻ കൂടി കൊടുത്താലേ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടും. അല്ലാതെ വെറും പ്രോഡക്റ്റ് കൊടുത്തതിനെ കൊണ്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തിന് ഈ ആർച്ച് സാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, സാറെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിന് കാരണം വെച്ചാൽ അതിന് എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ഇത്തരം ശരീരത്തിന്റെ ഈ മെക്കാനിക്കൽ ഡിഫോൾട്ടുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നതോടൊപ്പം ആ മെക്കാനിക്കൽ ഡിഫോൾട്ട് കറക്റ്റ് ചെയ്യാനുള്ള അഡീഷണൽ എന്തെങ്കിലും സപ്പോർട്ട് കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലാതെ വെറുതെ പ്രോഡക്റ്റ് മാത്രം കൊടുത്തതിനെ കൊണ്ട് കാര്യമില്ല. ഞാൻ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു 1.5 വർഷമായിട്ട് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് കുനിഞ്ഞു നിന്ന് വല്ല ജോലിയും ചെയ്തു കഴിഞ്ഞാൽ മുട്ടിന്റെ പുറകെ വശത്ത് വല്ലാത്തൊരു വേദന വരുന്നുണ്ട്. പിന്നെ മടക്കി ചമ്രമടഞ്ഞിരിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നമാണ്, കാലിങ്ങനെ കോടിയിട്ട്, കാലിന്റെ പാദമൊക്കെ ഇങ്ങനെ കോടിയിട്ട് വല്ലാതെ വിഷമം ഉണ്ടാവും, കാലിന്റെ വിരലൊക്കെ വേദനിക്കും. അപ്പൊ അത് ചില ദിവസങ്ങളിൽ വരുന്നുണ്ട് കുനിഞ്ഞ് ജോലി ചെയ്തു കഴിഞ്ഞാല്. അതെന്താ അങ്ങനെ വരുന്നത്? നിങ്ങൾ ഈ നമ്മുടെ ഈ കാലിന്റെ മസിലില് രാത്രിയാകുമ്പോ നമ്മുടെ ഫുട് പാഡ്, കാലിന് കെട്ടുന്ന പാഡ് ഉണ്ട്, അതൊക്കെ കെട്ടുന്നുണ്ട്. നമ്മുടെ വാട്ടർ എനർജി പാഡ് അല്ലാതെ തന്നെ ഫുട് പാഡ് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഫുട് പാഡ് ഉപയോഗിക്കുന്നില്ല. ഫുട് പാഡ് അതായത് ഫുട് പാഡ് ശരിക്കും നമ്മുടെ കാലിന്റെ ആ ആംഗിളിന്റെ മേലെ നിന്ന് മുട്ടിന് താഴെ വരെ എത്തും. അത് അപ്പൊ ആ 2 കാലിലും ആ പാഡ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മസിൽ ക്രാംസ് 100% കുറയും, ഒരു സംശയമില്ല. ഓക്കെ, ഇതാണ് ഹൈമോദി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ അർത്ഥത്തിലും അതിൻ്റെതായ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഉപയോഗിക്കണം. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ ഹൈമോദിയുടെ കാര്യം തന്നെ നോക്കുക. ഇപ്പൊ ഹൈമോദി പറഞ്ഞു ഞാനത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് എന്ത് സാധനം എങ്ങനെ ഉപയോഗിക്കുന്നു ഇതൊരു വിഷയമാണ്. ഓക്കെ, നമസ്കാരം. കുമ്പളങ്ങി സ്റ്റാർ അഭിലാഷ് പറയൂ. ഇതിലേ പ്രധാനമായിട്ട് ഇപ്പൊ നമ്മള് 3 വർഷക്കാലമായിട്ടില്ല നമ്മൾ ഈ ബാക്ടീരിയമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പല ആളുകളും നമ്മളെ ഈ രോഗികളെ തേടി നമ്മളുള്ള യാത്രയിലാണ് ഭൂരിഭാഗം ആളുകൾ. ഞാനത് എന്റെ എല്ലാ സെഷൻസിലും ഞാൻ പറഞ്ഞു മടുത്തു. അഭിലാഷ് പറയാൻ 25% രോഗികളെ തപ്പി നമ്മൾ പോകുന്നു, കഴിച്ചു ബാക്കി 75% അവിടെ മല പോലെ കിടക്കുകയാണ്, അങ്ങോട്ട് ആരും നോക്കുന്നില്ല. അതെ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ പറയാ, ഞാൻ ഈ കൊടുത്തതില് ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ നമ്മൾ ടീം വഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സ്ട്രോക്ക് ബാധിച്ച് കിടന്ന് ആള് 13 വർഷമായിട്ട് ബെഡിൽ കിടന്നുപോയ ആള് എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോ അത് പിന്നീട് നമ്മുടെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണക്ക് വേണ്ടി മാറാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് അയാളിപ്പോ പറയുന്നത് ധ്യാനം കൂടിയതിനു ശേഷം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തല്. അപ്പൊ ഇത് ഷുഗർ വന്നിട്ട് ഭയങ്കര ഭീകരമായ അവസ്ഥയിൽ നിന്നിട്ട് ഇൻസുലിനിലേക്ക് മാറിയ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഷുഗർ കൺട്രോളിലേക്ക് വന്നപ്പോ അദ്ദേഹവും പറയുന്നത് ഇപ്പൊ കാണിക്കുന്ന ഡോക്ടറിന്റെ മരുന്ന് നല്ലതാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ പ്രൊഡക്റ്റ് അദ്ദേഹം റെഗുലറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആളുകള് ഇത്തരം ഞാനിപ്പോ നേരത്തെ ആ ശോഭന ചേച്ചി പറഞ്ഞ ആ പ്രദേശത്ത് ഇനി നമുക്ക് തകർത്തടിക്കാൻ പറ്റും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാല്, അവിടെ റിസൾട്ട് കിട്ടിയാൽ നമുക്ക് നല്ലൊരു ഏരിയ ആണെന്ന് പറയും. അപ്പൊ നമ്മുടെ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറ്റി വെക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച്. നമ്മൾ കൊടുത്ത റിസൾട്ട് കിട്ടിയ ആളുകൾ ആരും വന്നിട്ട് ഇന്ന് വരെ നമുക്ക് വീണ്ടും പ്രൊഡക്റ്റ് സെല് ചെയ്യാനുള്ള, എന്നാൽ അത് നമ്മൾ ചെയ്യണ്ട എന്ന അർത്ഥമല്ല, ഇതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് റിസൾട്ടുകൾ നമ്മൾ എടുക്കുക, അതായത് നമ്മൾ ബിഫോർ ആഫ്റ്റർ ആ ടെസ്റ്റ് ആ റിസൾട്ടുകൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ എടുത്ത് വെക്കുകയും, ഇപ്പൊ ചില നീരുവീഴ്ചയുള്ള ആളുകൾ അല്ലെങ്കിൽ കാല് വികൃതമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് നമ്മൾ നിർബന്ധമായിട്ടും എടുത്തു വെക്കണം. പിന്നെ അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കണം. ഇതൊക്കെയെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഇവരാരും വന്ന് നമുക്ക് ഇങ്ങനെ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ നമുക്ക് കിട്ടില്ല. നമ്മളാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ. ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു മിനിമം ബോധം നമ്മളെല്ലാവരും വെക്കണം.
ഒരാളും വന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയാണ്. നമുക്ക് പ്രൊഡക്റ്റിന് റിസൾട്ടുകൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയോട് പറയാനുള്ളത്. അഭിലാഷ്, ഞാൻ അതാണ് നേരത്തെ യൂനിസ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ അത് ഈവൻ നമ്മുടെ നോർമൽ ട്രീറ്റ്മെന്റിലാണെങ്കിലും അസുഖം മാറി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മാക്സിമം ഒരാളോടോ അല്ലെങ്കിൽ രണ്ടാളോടോ അല്ല ആരോടും പറയില്ല. നേരെ മറിച്ച് ഒരു നെഗറ്റീവ് ആണെങ്കിൽ 100% 100-1000 പേരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് നമ്മുടെ ഒരു ബൈ ബർത്ത് സ്വഭാവമാണ്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ ഇനി എന്ത് എന്നുള്ള ഒരു റിസർച്ച് വേറെ വേണ്ടി വരും. അപ്പൊ ഏതായാലും അഭിലാഷ് പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഡോക്യുമെന്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. വേറെ ആരും തന്നെ വന്ന് പറയാൻ പോലെ നമുക്കൊരു 100 പേരുടെ മുന്നിൽ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ, അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇത്തരം ക്രോണിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റിസൾട്ടുകൾ ഡോക്യുമെന്റ് ചെയ്യണം. പക്ഷെ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഈ 25% വിട്ട് ഇനി ഭാവിയിൽ അസുഖം വരരുത് എന്ന് ചിന്തിക്കുന്ന 75% ആൾക്കാരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. അപ്പൊ അതുകൊണ്ട് ഏതായാലും സമയം ഇത്രയും ആയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ എല്ലാവരും നല്ല ഒരു രോഗമില്ലാത്ത ഒരു ഭാവിയിലേക്ക് പോവാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. കുറെ ആൾക്കാരെ നമ്മുടെ കൂടെ യാത്ര ചെയ്യിപ്പിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. ഏതായാലും വളരെ നാളുകൾക്ക് ശേഷം ഒരു 1.5 മണിക്കൂർ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഒരു ന്യൂ ഇയർ എനർജി അല്ലെങ്കിൽ ഒരു നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് എല്ലാവരും നിർത്തുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഒരു സമയത്ത് നമുക്ക് കാണാം. ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ അടുത്ത് നമുക്ക് ഈ പറയുന്ന പോലെ പബ്ലിക്കായിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും അതിന് വേണം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇത്രയും വിലപ്പെട്ട ഒരു അറിവ് നമുക്ക് പകർന്നു തന്ന സാറിന് നമുക്ക് KBCന്റെ പേരിലും നമ്മളെ പേരിലും എല്ലാവരുടെ പേരിലും ഒരു താങ്ക്സ് പറയാണ്. സാറിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കൂടാതെ യൂനിസ് സാറിനെ വളരെയധികം ആദരവോടെ ക്ഷണിക്കുകയാണ്. ഞാൻ വൈൻഡപ്പ് അവിടെ തന്നെയാണ് കൊടുത്തിരുന്നത്. സാറില്ല, എന്തായാലും വളരെ സന്തോഷം. ഞാൻ കുറച്ച് ദിവസങ്ങളായി ഞാൻ സാറിന് ഒരു അപ്പോയിന്റ്മെന്റ് വേണം, ഇവിടെ കുറച്ച് ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് വളരെ അഭിമാനം തോന്നി വന്നിരുന്ന കുറച്ച് ആളുകൾ കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ധാരാളം മെസ്സേജുകളുണ്ട് സാറിന്റെ അടുത്തൊരു സെക്ഷൻ കൂടി വേണമെന്ന ഇതില്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു വീക്കോ സാറിന്റെ ഒരു ദിവസം കൂടി നമുക്ക് തരണം. പല ദിവസങ്ങളും സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ കയറി അഭിമാനം തോന്നുന്ന വിഷയമാണ്. വരുന്ന ആളുകളിൽ ഒരു സംശയമില്ലാതെ എല്ലാവർക്കും ഇത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ അപ്പൊ നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും. അതുകൊണ്ട് പ്രൊഡക്റ്റിനെ നെഞ്ചിലേറ്റി നമ്മുടെ കൂടെ ഇതുപോലുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ടാകും. അതിലെ എല്ലാത്തിന്റെയും മുന്നിൽ ചുക്കാൻ പിടിക്കുന്ന സുമേഷ് സാർ ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.